ഈ രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വിവിധ നിലയിൽ നാം ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിപ്പാനും ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ ആത്മീക ദാഹം എന്താണ് കർത്താവേ, മടങ്ങിവരാത്തത്, മടങ്ങിവരവിന്റെ താമസം എന്ത് എന്നുള്ള വരികളൊക്കെ ചേർന്ന് പാടി ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പാനും സ്തുതിപ്പാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. അനുഭവസമ്പന്നമായ ഒരു സാക്ഷ്യവും ഇതിനോടകം നാം പങ്കിടുവാനിടയായി തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പാൻ ഇടയായിത്തീരും. 2016 എന്ന വർഷം നമ്മെ വിട്ട് മാറുവാൻ ഇനിയും ചുരുങ്ങിയ ദിവസങ്ങൾ കൂടെ ഉള്ളൂ. 2017 എന്ന നവീന വർഷത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2016 വർഷത്തിന്റെ പ്രാരംഭത്തെ കണ്ട എത്രയോ പേർ ഈ വർഷത്തിന്റെ സമാപന നാളുകളിലേക്ക് വന്നപ്പോൾ ഭൂമിയുടെ മുഖത്ത് ആയുസ്സോടെയില്ലാതെ മരണത്തിന്റെ മുൻപാകെ കീഴടങ്ങി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും സമപ്രായക്കാരും എത്രയോ വിശുദ്ധന്മാർ, എത്രയോ ദൈവമക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സർവകൃപാലുവായ ദൈവം തന്റെ നിത്യസ്നേഹത്താൽ നമ്മോട് കാണിച്ച കരുണയാൽ ആയുസ്സിനെ, ആരോഗ്യത്തെ ദൈവം ദീർഘമാക്കി നൽകി. നമ്മുടെ പ്രാണനെ, നമ്മുടെ ജീവനെ അവന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിരുന്നതുകൊണ്ട് നാം നഷ്ടപ്പെട്ടു പോകാതെ ഇന്നും ആയുസ്സോടുകൂടെ ഭൂമിയുടെ മുഖത്ത് നിലനിർത്തി നമ്മെ സൂക്ഷിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ദൈവം കൊടുക്കുന്ന ആയുസ് അത് അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ദൈവം എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന ആയുസ് അത് വിലപ്പെട്ടതാണ്. ദൈവം അതിന്റെ പൂർണ്ണതയിലെത്തിപ്പാൻ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ഹിതം അങ്ങനെ തന്നെയാകും. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പലരും ആയുസ്സിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്ലാനുകളൊന്നും ഉൾക്കൊള്ളാതെ, ദൈവത്തെ വിട്ടകന്ന് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്നും കടന്നു വരുവാൻ കഴിയാതെ ദൈവത്തിന് സ്തോത്രം നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ജീവിതങ്ങളെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുപിടിപ്പാൻ കഴിയും. ഭൂമിയിൽ ദൈവം ആയുസ് കൊടുത്താൽ മരണം എന്ന് പറയുന്ന നിത്യപ്രതിഭാസത്തിന്റെ മുൻപിൽ കീഴടങ്ങി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് അവന്റെ ആത്മാവിന് അല്ലെങ്കിൽ അവന്റെ പ്രാണന് സ്വസ്ഥമായ ഒരു ഇരിപ്പിടം കണ്ടെത്തുവാൻ കഴിയുന്ന മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനവും അതുപോലെ ലോകത്തിലെ തത്വശാസ്ത്രങ്ങളുമൊക്കെ നമ്മുടെ മുൻപാകെ നമ്മെ അറിയിക്കുന്നതായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാളത്തെ ദിനം എന്താണ് നമ്മുടെ മുൻപാകെ കൊണ്ടുവരുന്നത് എന്നൊന്നും ആർക്കും പറയുവാൻ കഴിയാത്ത ആ ഭീതി നിറഞ്ഞ നാളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവഭക്തന്മാരുടെ പരസ്പരമുള്ളതായ പ്രാർത്ഥനയുടെ ബന്ധം അത് ദൈവമക്കളെ സൂക്ഷിക്കുന്നതാകുന്നു എന്ന് നാം ആത്മാവിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവമക്കളുടെ ഒക്കെ പ്രാർത്ഥന അടിയങ്ങൾക്കൊക്കെ വളരെ അനുഗ്രഹവും കോട്ടയുമായിരുന്നതുപോലെ തുടർന്നുള്ള നാളുകളിലും സാധുക്കളായ എളിയവരായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നൊരു പ്രാർത്ഥന വിഷയം കൂടെ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഏവർക്കും നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെട്ടിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ AD 95-ാം ആണ്ടിൽ അന്നത്തെ റോമൻ ഗവർണറായിരുന്ന
ഡൊമീഷ്യനാൽ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഒരു രാജ്യദ്രോഹ കുറ്റവാളിയെ പോലെ നാടുകടത്തപ്പെട്ട് ആ ദ്വീപിൽ ഒരു ഏകാന്തവാസം അനുഭവിക്കുമ്പോൾ സഹായിപ്പാൻ ആരുമില്ലാതെ, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ പരസഹായം കൂടാതെ ജീവിപ്പാൻ കഴിയാത്ത നിലയിൽ തന്റെ പ്രായം തന്നെ ബലഹീന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. എങ്കിലും ആ സന്ദർഭത്തിൽ ആരും തന്നെ സഹായിപ്പാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ലോകത്തിന്റെ നിയമങ്ങളും ലോകത്തിന്റെ ഗവൺമെന്റും തന്റെ ചുറ്റുപാടിൽ തന്നെ സഹായിപ്പാൻ ഉണ്ടായിരുന്നവരും ഉള്ളവരും എല്ലാവരും തന്റെ മുൻപാകെ നിയമത്തിന്റെ പഴുതുകൾ അടച്ച് സർവ്വവാതിലുകളും അടച്ചിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിന്റെ വാതിൽ യോഹന്നാന്റെ മുൻപാകെ തുറന്നുകൊടുത്തതായി വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പത്മോസിന്റെ ഏകാന്തതയിൽ നാടുകടത്തപ്പെട്ട യോഹന്നാനോട് ആരുടെയും അനുവാദം കൂടാതെ അതിന്റെ മധ്യത്തിൽ കടന്നുവന്ന് യോഹന്നാനോട് സംസാരിക്കുന്ന തേജസ്സിന്റെ പ്രത്യക്ഷത യോഹന്നാന്റെ മുൻപാകെ കാട്ടിക്കൊടുത്ത ക്രിസ്തുനാഥനെ നമുക്കവിടെ കാണുവാൻ കഴിയും. മാത്രമല്ല 2-3 അധ്യായങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില സന്ദേശങ്ങൾ അറിയിക്കുന്നതായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ അല്ല എങ്കിൽ ബൈബിളിലെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാകുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും പുതിയ നിയമത്തിൽ കാണുന്ന വെളിപ്പാട് പുസ്തകവും രണ്ടും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഏതാണ്ട് ഈ 2 ഗ്രന്ഥങ്ങൾ തമ്മിൽ ഏതാണ്ട് 650ഓളം വർഷങ്ങൾക്ക് അന്തരമുണ്ടെങ്കിലും ഈ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിലെ ഭരണ സംവിധാനങ്ങളും ഇന്ന് ലോകം ഏത് നിലയിലായിരിക്കുന്നുവെന്നും ഭാവി ലോകത്തെ ആര് ഭരിക്കുമെന്നും എങ്ങനെ എന്ത് സംഭവിക്കുമെന്നും ഉള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരിലൂടെ ഉണർത്തിച്ച ഭാഗങ്ങൾ ഈ 2 പുസ്തകങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം വ്യക്തമായ ഒരു രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം കൂടെയാണ്. അതിൽ 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദൂത് കൊടുക്കുമ്പോൾ ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. ഈ 7 സഭകൾക്കുള്ള ദൂതിനെ കുറിച്ച് നാം പഠിച്ചാലും ആ 7 സഭകൾക്കുള്ള ദൂത് കൊടുക്കുമ്പോഴും യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ എന്താകുന്നു, ആ സഭകൾക്ക് എന്താകുന്നു, ദൈവജനത്തിന് എന്താകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ അവിടെ അറിയിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സഭകളോട് പറയുമ്പോൾ ജയിക്കുന്നവർക്ക് ലഭ്യമാകുവാൻ പോകുന്ന നിത്യതയുടെ അവകാശങ്ങളെക്കുറിച്ചും അവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമാകുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിച്ചു കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ ഈ വേദഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചുരുക്കമായി ചില കാര്യങ്ങൾ നാം വചനത്തിലൂടെ ചിന്തിപ്പാനിടയായി തീർന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ ആ ഭാഗത്ത് ഓർപ്പിക്കുന്നവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകം ഇന്ന് പുരോഗതിയുടെ എല്ലാ പടവുകളും ഒരു വിധത്തിൽ സകല പടവുകളും ചവിട്ടിക്കയറി നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം എത്താത്ത മേഖലകളില്ല, അവൻ അപ്രാപ്യമായ ഒന്നുമില്ല എന്ന് ആധുനിക മനുഷ്യൻ ശാസ്ത്രം കൊണ്ട് ബുദ്ധിമണ്ഡലം കൊണ്ട് അന്വേഷണത്വരയാൽ തെളിയിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ വാക്യത്തിൽ നസറേയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അങ്ങനെ ഒരു സന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം കണ്ടുപിടിക്കുവാൻ ഇന്ന് വരെ ശാസ്ത്രത്തിനോ ലോകത്തിൽ ഒരു മനുഷ്യനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം ലോകത്തിൽ ഇന്ന് വരെ ആർക്കും കണ്ടുപിടിപ്പാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം കാലാന്തരത്തിൽ മനുഷ്യർ തന്നെ പൊളിച്ചെഴുതുന്നു എന്ന് നമുക്കറിയുവാൻ കഴിയും. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ലോകത്തിൽ ഇന്ന് വരെ ആർക്കും കണ്ടെത്തുവാൻ കഴിയാതിരുന്നപ്പോൾ യേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് അവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, അവന്റെ ചെവി ഭക്തന്മാരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. അതിനെ മൂടുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ
ലോകത്തിലെ എല്ലാ മനുഷ്യരും ഭാരങ്ങളാൽ നിറഞ്ഞൊരു ജീവിതമാണ്. ഏത് മനുഷ്യനെ സമീപിച്ചാലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അല്ല അനവധിയായ വിഷയങ്ങളുടെ മുമ്പിൽ താറുമാറായ ജീവിതത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. കൈനിറയെ സമ്പത്തുണ്ട്, ആര് കണ്ടാലും ആദരിക്കുന്ന അവന്റെ സ്ഥാനവും മാനവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. മറ്റൊരു നിലയിൽ ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ആരുടെയും ഒരു പ്രശ്നങ്ങളും കേൾപ്പാൻ തയ്യാറല്ല. ദുഃഖത്തിലിരിക്കുന്നവന്റെ ദുഃഖം ആരാഞ്ഞറിയുവാൻ ആധുനിക മനുഷ്യന് സമയമില്ല. കാരണം തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ മറ്റൊരാളെ ഉൾക്കൊള്ളുവാനോ കാണുവാനോ ഉള്ള സമയവും സന്ദർഭവും ആധുനിക ലോകത്തിനും ലോകത്തിലെ മനുഷ്യർക്കുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ കാണപ്പെടുന്ന സകല മനുഷ്യന്റെ ലോകത്തിലെ ഇന്നത്തെ പോപ്പുലേഷൻ നോക്കിയാൽ ഏതാണ്ട് 750 കോടിയോളം ജനങ്ങൾ ലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്. ലോകത്തിലുള്ള ഇത്ര കോടി ജനങ്ങളും ദൈവത്തിന് സ്തോത്രം, എത്രയോ ഭാഷകൾ ലോകത്തിലുണ്ട്. ഏത് ഭാഷയിൽ നിലവിളിച്ചാലും അവരുടെ അവസ്ഥയിൽ ഇരുന്ന് കരയുമ്പോൾ അവരുടെ അപേക്ഷകളും നിലവിളികളും കേൾപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് നമുക്കായി ജീവിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. തിരുവെഴുത്ത് നമ്മെ ഓർപ്പിച്ചത് നീതിമാന്റെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുന്നതായ ഒരു ദൈവം. ഇന്ന് രാത്രിയിലും ഞാൻ ആരംഭത്തിൽ ഓർപ്പിക്കട്ടെ, ഭക്തന്മാരുടെ നിലവിളിക്ക് ദൈവത്തിന്റെ കാത് ഇന്നും തുറന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഇവിടെ ഇതിന്റെ നടുവിൽ ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ, കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുന്നുണ്ടോ, അവരുടെ അപേക്ഷകളെ കേൾക്കുവാൻ ഒരുക്കമുള്ളവനായി ദൈവം നമ്മുടെ മധ്യയുണ്ട് എന്ന് നാം ദൈവവചനത്തിലൂടെ ഗ്രഹിപ്പാനിടയായി തീരണോ. മാത്രമല്ല, നാം ചിന്തിച്ചത് പാപം ലോകത്തെ മുഴുവൻ അടിമപ്പെടുത്തി പാപമെന്ന നിത്യപ്രതിഭാസത്തിന്റെ മുൻപാകെ ലോകത്തിലെ മനുഷ്യർ മുഴുവൻ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അടിമകളായി പോകുമ്പോൾ ബന്ധനത്തിലിരിക്കുന്നവർ നിലവിളിച്ചാൽ ആ നിലവിളി കേട്ട് സ്വർഗത്തിൽ നിന്നൊരു രക്ഷകനെ അയച്ചു തരും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ലോകത്തിലെ മനുഷ്യർ പാപത്താൽ പിടിക്കപ്പെട്ട് ആ ബന്ധനത്തിന് കീഴിൽ കഴിയുമ്പോൾ അവരുടെ ഉദ്ധാരണത്തിന് ഉദ്ധാരകനായി യേശു എന്ന രക്ഷകനെ ലോകത്തിലേക്ക് ദൈവം അയച്ചു എന്ന് നാം ദൈവവചനത്തിലൂടെ ചിന്തിക്കുകയുണ്ടായി. ആ യേശു എന്ന രക്ഷിതാവ് ലോകത്തിൽ വന്നപ്പോൾ ലോകത്തിലെ മനുഷ്യർ എന്താണ് പ്രാപിച്ചത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, രക്ഷിതാവായ ക്രിസ്തു ലോകത്തിൽ വന്നത് നിമിത്തമായി കൃപയും സമാധാനവും ലോകത്തിലേക്ക് വന്നു. എന്താണ് കൃപ, എന്താണ് സമാധാനം? ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത് രക്ഷിതാവായ ക്രിസ്തു മുഖാന്തരം ലോകത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവകൃപയാൽ ലോകത്തിലെ മനുഷ്യർ അനുഭവിച്ച 4 കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന്, ആ കൃപയാൽ ലോകത്തിലെ മാനവജാതിക്ക് നിത്യമായ ഒരു രക്ഷയുണ്ട്. 2, ആ കൃപയാൽ മനുഷ്യർക്ക് ഒരു നീതീകരണമുണ്ട്. 3, ആ കൃപയാൽ നിത്യമായ ഒരു ആശ്വാസവും ഒരു നല്ല പ്രത്യാശയുമുണ്ട്. 4, ആ കൃപയാൽ ലോകത്തിൽ ഒരു മനുഷ്യനെ ദൈവം ശക്തനാക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി. യേശു എന്ന രക്ഷിതാവ് ലോകത്തിലേക്ക് കൃപയും സത്യവും നിറഞ്ഞവനായി ഇറങ്ങി വന്നപ്പോൾ അതിലൂടെ ലോകത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട് ആ കൃപയാൽ രക്ഷയും, ആ കൃപയാൽ നീതീകരണവും, ആ കൃപയാൽ നിത്യാശ്വാസവും നല്ല പ്രത്യാശയും, ആ കൃപയാൽ ബലഹീനത മാറ്റുന്ന ദൈവത്തിന്റെ ശക്തിയും ലോകത്തിലെ മനുഷ്യന്റെ മുൻപാകെ വെളിപ്പെടുത്തുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ ആ തുറന്നിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് വചനം പറയുന്നു. അവന്റെ കൈ നീതിമാന്മാർക്ക് വേണ്ടി, അഥവാ നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ കരം തുറക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ തന്റെ കരം തുറന്നാൽ ജീവനുള്ളവരൊക്കെ പ്രസാദം കൊണ്ട് തൃപ്തി പ്രാപിക്കുന്നു. ആ കരത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന് സ്തോത്രം. ജീവനുള്ളവർക്ക് പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുവാൻ കഴിവുള്ളൊരു കരമാണ് യേശുവിന്റെ കരമെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരം, അത്ഭുതങ്ങൾ മാത്രം ഈ ലോകത്തിൽ ചെയ്ത യേശുവിന്റെ കരം, കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധനാക്കുകയും അശുദ്ധാത്മാവ് ബാധിച്ചവനെ തൊട്ടവന്റെ അശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് പുറത്താക്കുകയും കാട്ടാളർക്ക് വേണ്ടി കുരിശുമരത്തിൽ കൈകൾ വിരിച്ചു കൊടുത്ത് കാരിരുമ്പാണികൾക്ക് കൈകൾ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ കരം മുറിവേറ്റ കരമാകുന്നുവെന്ന് ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി. ആ മുറിവേറ്റ കരത്തിൽ ഒഴുകുന്ന രക്തം ലോകത്തിലെ മനുഷ്യന്റെ പാപത്തിനും അകൃത്യത്തിനും അധർമ്മത്തിനും പരിഹാരമായി ആ കരം വിശുദ്ധീകരിക്കപ്പെട്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ആ കരം യേശുവിന്റെ കരം ലോകത്തിലവനായിരുന്നപ്പോൾ തന്റെ ശിഷ്യഗണങ്ങളോടുകൂടെ തന്നെ അനുഗമിച്ച പുരുഷാരത്തോടുകൂടെ യേശു തമ്പുരാനായിരുന്നപ്പോൾ
പറയുമ്പോൾ ആ കരത്തിലൂടെ ലോകം അനുഭവിച്ച അല്ലെങ്കിൽ മനുഷ്യരനുഭവിച്ച ഏറ്റവും ഒടുവിലത്തെ നന്മയെന്ന് പറയുന്നത് അവൻ അവരെ കൂട്ടി, ശിഷ്യന്മാരെ കൂട്ടി ബഥാനിയോളം കടന്നുപോയി. അവിടെ ചെന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്റെ വത്സല ശിഷ്യന്മാരെ അവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പാദങ്ങൾ ഉയർന്നു പൊങ്ങി അവൻ സ്വർഗാരോഹണം ചെയ്തു. ആ കരം മുറിവേറ്റ കരമാണ്. ആ കരം മനുഷ്യനെ ഉൾക്കൊള്ളുന്ന കരമാണ്. ഒരു പാപിയുടെ പാപത്തെ വഹിക്കുന്ന കരമാണ്. ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ താങ്ങുന്ന കരമാണ്. ആ കരം ഇന്ന് ലോകത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന കരമാണ് എന്ന് ചിന്തിച്ചാണ് കഴിഞ്ഞ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ നാം അവസാനിപ്പിച്ചത്. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനം പറയുന്നത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവർ. എന്താണ് ദൈവത്തിന്റെ ആ അനുഭവം എന്ന് നാം നോക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകങ്ങൾ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഒരു രാജാവിന്റെ പ്രാർത്ഥനാ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. 6-ാം അധ്യായം 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇപ്പോഴും എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശലോമോൻ ദൈവത്തിന്റെ ആലയം പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ദൈവമേ, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഭൂതലത്തിലുള്ള ജാതികൾ നിന്റെ വിശുദ്ധീകരിക്കപ്പെട്ട ആലയത്തെ നോക്കി ഏത് ദിക്കിലിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കാമോ? ദൈവം പറഞ്ഞു കേൾക്കാം. ആലയത്തിന്റെ ഉള്ളിൽ വന്ന് അവർ അപേക്ഷകൾ നടത്തിയാൽ ചെയ്യാമെന്ന് ദൈവം പറഞ്ഞു. ഒടുവിൽ ശലോമോൻ പറയുകയാണ്, ഈ ആലയത്തിൽ വന്ന് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നിരിപ്പാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ ദൈവത്തോട് ചോദിച്ച അപേക്ഷകളെല്ലാം ദൈവം അവന് കൊടുത്തതായി ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ആ ഭക്തൻ ദൈവത്തോട് പറഞ്ഞത്, നിന്റെ ആലയത്തിൽ വന്ന് നിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നിരിപ്പാനിടയായി തീരണോ. ഇന്ന് രാത്രി വേളയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമുഖം നോക്കി പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയാ. ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയാ. നമ്മുടെ കണ്ണ് പോലെയുള്ള കണ്ണല്ല. നമ്മുടെ കണ്ണാണെങ്കിൽ മനുഷ്യന്റെ കണ്ണിനെ കുറിച്ച് നോക്കിയാൽ എന്ത് പോരായ്മ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് മനുഷ്യന്റെ കണ്ണിന്റെ പ്രത്യേകത. എത്ര നല്ല കാര്യം നടന്നാലും, ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, എത്ര നല്ല കാര്യം നടന്നാലും അതിന്റെ ഇടയിൽ പോയിരുന്ന ഒരു പോരായ്മയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോകും. മനുഷ്യന്റെ കണ്ണിന്റെ പ്രത്യേകത അതാ. ദൈവത്തിന്റെ കണ്ണിന് ഇതൊക്കെ കാണാനുള്ള കഴിവുണ്ട്. പക്ഷേ ലോകത്തിൽ ഏത് കോണിലാണെങ്കിലും പാർക്കുന്ന ഒരു പ്രാർത്ഥന, ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയാ. ബൈബിൾ പറയുന്ന ഇപ്രകാരം ഒരു വാക്ക് പറയുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നീതി സ്വർഗത്തിൽ നോക്കുന്നു എന്ന് പറഞ്ഞാൽ നീതിമാനായ ദൈവം സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഭൂതലത്തെ നോക്കുകയാ. മനുഷ്യവർഗത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാ. മനുഷ്യർ നിലവിളിക്കുന്നവരുണ്ടോ, പ്രാർത്ഥിക്കുന്നവരുണ്ടോ, കരയുന്നവരുണ്ടോ എന്ന് കാണാൻ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുകയാ. മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം നമുക്കൊരു വചനം കാണുവാൻ കഴിയുന്നു, തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവരുടെ മേൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂതലത്തിൽ എല്ലായിടവും എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഒരു ചെറിയ കോണ് പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. തങ്കൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി യഹോവയുടെ കണ്ണ് ഭൂതലത്തിൽ എല്ലായിടത്തും ഊടാടിക്കൊണ്ടിരിക്കുകയാ. ആ കണ്ണൊരിക്കലും അടയുകയില്ല. നമ്മുടെ കണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ സമയത്തിന് മുമ്പേ അടഞ്ഞു പോകുന്നതായി കാണാം. മരണം വഴിയായി ലോകത്തിൽ മനുഷ്യന്റെ കണ്ണടയുന്നു. അതിലൊക്കെ ഉപരിയായി ചില ആളുകളെ കണ്ടിട്ടില്ലേ, പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാൽ 5000 വാട്ട് സൗണ്ടിന്റെ മുമ്പിലിരുന്ന് കണ്ണടഞ്ഞിരുന്ന് ഉറങ്ങുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ കണ്ണിനെ കുറിച്ച് ബൈബിൾ പറയുക, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. ദൈവമുഖത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന കരയുന്ന ആവശ്യബോധമുള്ള ആരുണ്ടോ അവരുടെ മേൽ തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂതലമെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുകയായി. ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കണ്ണ് തുറന്ന് സഞ്ചരിക്കുകയാ. കാണുവാൻ, പ്രാർത്ഥിക്കുവാൻ,
പ്രാർത്ഥന കേൾപ്പാൻ, പ്രാർത്ഥനയെ കാണുവാൻ, പ്രാർത്ഥനയ്ക്ക് കണ്ണ് തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പല അർത്ഥങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കാമെന്ന് പറയാം. പക്ഷെ അടുത്ത ഭാഗത്ത് പറയുന്നു കണ്ണ് തുറന്നിരിക്കുകയും നിന്റെ ചെവി ആ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കുകയും വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഒരർത്ഥം ഇങ്ങനെയാ, പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ആ പ്രാർത്ഥന ദൈവം നോക്കുക, എങ്ങനെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നത്, ഏത് നിലയിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, ഇവൻ പ്രാർത്ഥിച്ചാൽ കേൾപ്പാൻ തക്കവണ്ണമുള്ള അവസ്ഥ ആ വ്യക്തിയിലുണ്ടോ, ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം നന്നായി നോക്കൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷ കേൾപ്പാൻ അവന്റെ കണ്ണ് സദാ ജാഗ്രതയുള്ളതായി നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. തിരുവെടുത്ത് പറയുന്നത് അവന്റെ കണ്ണ് തുറന്നിരിക്കുകയാ. അതാർക്കും അടപ്പാൻ സാധ്യമല്ല. ലോകത്തിലെ മനുഷ്യരുടെ കണ്ണുകൾ പലരും തടവി അടയ്ക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില മനുഷ്യരുടെ അവസ്ഥ പറഞ്ഞാൽ കണ്ടിട്ടില്ലേ, മരിക്കുന്ന സമയത്ത് ജീവൻ അങ്ങ് പോയാലും കണ്ണ് തുറന്നിരിക്കുക. കണ്ണ് തുറന്നിരിക്കുമ്പോൾ അടുത്തുള്ള പ്രായമുള്ളവർ വന്ന് കണ്ണൊക്കെ ഇങ്ങനെ തപ്പി തടവി അങ്ങ് അടച്ചു. തീർന്നെന്നാ, പരിപാടി തീർത്തു പോക്കോ, ഇനിയൊന്നും കാണണ്ട, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മരിച്ചാലും കണ്ണടയ്ക്കാത്തവരുടെ കണ്ണ് ആളുകൾ തിരുമ്മി അടയ്ക്കുന്ന കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ കണ്ണ് തപ്പി അടയ്ക്കുവാൻ സാധ്യമല്ല. അത് തുറന്നുകൊണ്ടേയിരിക്കുകയാ. ഏകാഗ്രചിത്തന്മാരായി ദൈവമുഖത്ത് നോക്കി നിലവിളിക്കുന്ന ഭക്തന്മാർ ആരും എവിടെയും ഏത് നിലയിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അവരെ കാണുവാൻ ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. നമ്മുടെ യേശുവിന്റെ കണ്ണ് തുറന്നിരിക്കുകയാ. ഈ കണ്ണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം ആ കണ്ണിനെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. തുയത്തൈര സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ദൂതെഴുതുമ്പോൾ യേശുവിന്റെ കണ്ണിന്റെ അവസ്ഥ പറയുന്നു. വായിച്ചാട്ട് 2-ന്റെ-18-ാമത്തെ വാക്യം. തുയത്തൈരയിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ളവനായ കർത്താവ്. അവിടെ യേശുവിനെ കുറിച്ച് പറയുക, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാ. ഈ കണ്ണങ്ങാണം അടയ്ക്കാൻ ആരെങ്കിലും ചെന്നാൽ അവൻ വെന്ത് ദഹിച്ച് ചാരമായി പോകും. ദൈവത്തിന് സ്തോത്രം. 9,30,00,000 മൈൽ അകലെ നിൽക്കുന്ന സൂര്യനെ ഒന്ന് നോക്കുവാൻ, 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും നോക്കി നിൽക്കുവാൻ താഴെ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് സാധ്യമല്ല. ആ സൂര്യനോട് അടുക്കുവാൻ ആർക്ക് സാധ്യമാണ്? അങ്ങനെയെങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ച നീതി സൂര്യനായ ഒരു ദൈവമുണ്ട്. 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയായ ദൈവം സൂര്യനാകുന്നു. ആ സൂര്യന്റെ കണ്ണ് അഗ്നിജ്വാല പോലെ എന്ന് പറഞ്ഞാൽ അവൻ അഗ്നി പോലെയാകുന്നു. ആർക്കും അതിനോട് അടുത്ത് വരുവാൻ സാധ്യമല്ല. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാണെങ്കിൽ താഴോട്ടുള്ള വാക്യത്തിൽ നാം വായിക്കുമ്പോൾ തുയത്തൈര സഭയുടെ അവസ്ഥയിൽ പറയുന്നു, ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് അവൻ നോക്കിയപ്പോൾ ആ തുയത്തൈര സഭയുടെ 5 കാര്യങ്ങൾ യേശു അറിയുന്നു എന്ന് പറയുക. ഒന്ന് വായിച്ചാട്ടെ ആ ഭാഗം. അവരുടെ പ്രവൃത്തി, അവരുടെ ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും ശുശ്രൂഷ സഹിഷ്ണുത എന്നിവ ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി ദൈവസഭകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂടിവരവ്, ആ കൂടിവരവിന്റെ മധ്യേ യേശുവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതായി നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കണ്ണുകൊണ്ടവൻ കാണുകയാ. തുയത്തൈര സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ 5 കാര്യങ്ങളെ കർത്താവ് അറിയുന്നു എന്ന് പറയും. 1, പ്രവൃത്തി ദൈവം അറിയുന്നു. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയട്ടെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി അവൻ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി അവൻ അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം എന്ത് ചെയ്തോ അതെല്ലാം ദൈവത്തിന് അറിയാം. അതെല്ലാം അവൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സകലതും അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്നും മറച്ചു കളവാൻ സാധ്യമല്ല. പ്രവർത്തികളെ അറിയുന്നവനാ. ഈ പ്രവൃത്തി മാത്രമേ നമ്മോടുകൂടെ പിന്തുടരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ പ്രവൃത്തി അവനെ പിന്തുടരും. അതാണ് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ എല്ലാം നമ്മെ വിട്ടുപോകും പ്രിയരെ. മരണം വന്ന് നമ്മെ വിളിക്കുമ്പോൾ സകലതും നമ്മെ വിട്ടുപോകും. ബന്ധുമിത്രാദികൾ വിട്ടുപോകും. നമ്മുടെ സമ്പത്ത് നമ്മെ വിട്ടുപോകും. നമ്മുടെ പേരും പ്രശസ്തിയും പോകും. പക്ഷേ അവന്റെ പ്രവൃത്തികളോ അവനെ പിന്തുടരുന്നു എന്ന് ബൈബിൾ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ ദൈവത്തിന് സ്തോത്രം അതോടുകൂടെ എല്ലാം പൂർത്തിയായി പോകും. ഇപ്രകാരമാണ് പറയുന്നത്, അർത്ഥം ഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവഗച്ഛന്ത മനുഗച്ഛതി എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രഹേ നിവർത്തന്തേ. അർത്ഥം അഥവാ സമ്പത്ത്, ധനം, 100 കോടി രൂപ ബാങ്കിലുണ്ടെങ്കിലും അത്
ഗ്രഹേ നിവർത്തന്റെ വീട് കൊണ്ട് തീരും. വീട്ടിൽ നിന്ന് അവസാനം സമയമാന്റതം പാടി പെട്ടിയെടുത്തോ സകല ധനവും അവിടെ കൊണ്ട് തീരും. ആരും നമുക്കൊന്നും തരികയില്ല. മരിച്ചുപോയ ആളുകളുടെ കൂടെ അപ്പച്ചൻ കടുങ്കാപ്പി കുടിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു 50,000 രൂപ പെട്ടിക്കാതെ ആരെങ്കിലും എടുത്തു കൊടുക്കാറുണ്ടോ? ഇല്ല. കൊടുത്താൽ തന്നെ രാത്രി പെട്ടി പൊളിച്ചുകൊണ്ട് ആളുകൾ എടുത്തുകൊണ്ട് പോകും. ആരും ഒന്നും കൊടുക്കാറില്ല. അർത്ഥം വീട് കൊണ്ട് തീരും. അടുത്തത്, ഇനിയും ഈ പാട്ടൊക്കെ പാടി സെമിത്തേരിയിലേക്ക് പോകുമ്പോ, പ്രത്യേകിച്ച് നമ്മുടെ അപ്പച്ചന്മാരൊക്കെയാണ്, അവർ പറയും വന്നവരെല്ലാവരും സെമിത്തേരി പോകണം, ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോക്കോണം. ബസ്സേ കയറി എല്ലാവരും സെമിത്തേരി പോകും. വീട്ടുകാർ കരഞ്ഞുകൊണ്ട് അവിടം വരെയും ചെല്ലു. ശ്മശാനേ പുത്രബാന്ധവ, ശ്മശാനം കൊണ്ട് പുത്രന്മാരും ബന്ധുക്കളും ഒക്കെ അവിടെ അവസാനിക്കും. അവിടെ കൊണ്ടൊരു കണ്ണുനീരും അവസാനം ഒരു നെഞ്ചത്തടി, അതൊക്കെ നമുക്ക് സഹിക്കും. അവസാനം മണ്ണ് വാരി ഒരു ഏറുണ്ട്. കാരണം ജീവിച്ചിരുന്നപ്പോൾ എറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് മണ്ണും വാരി ഒരു ഏറും വെച്ച് കൊടുത്തിട്ട് കിട്ടുന്നെങ്കിൽ ഒരു 50 രൂപയുടെ പൊതിയും വാങ്ങിച്ച് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. ശ്മശാനേ പുത്രബാന്ധവ, ബന്ധുക്കളും പുത്രന്മാരും അപ്പനും അമ്മയും ഭാര്യയും ഒക്കെ അവിടെ കൊണ്ട് തീരും. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. അതിനപ്പുറത്ത് ആരും വരികയില്ല. ഞാൻ ഒരിക്കലും ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. വസൂരി രോഗം പടർന്നു പിടിച്ചൊരു സമയത്ത് എല്ലായിടത്തും വസൂരിയാണ്. ഈ രോഗം അങ്ങ് വന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചാൽ രോഗം പെട്ടെന്ന് പടർന്നു പിടിക്കുവാനിടയാകും. അതുകൊണ്ട് മരിച്ചില്ലെങ്കിലും മരിച്ചു എന്ന് തോന്നി അപ്പോഴേ എടുത്തുകൊണ്ട് കുഴിയിലേക്ക് വെക്കും. അപ്പോൾ ഒരിക്കല് ഒരു ഭാര്യ, ഒരു വീട്ടിലൊരു സഹോദരി പെട്ടെന്ന് വസൂരിയാൽ മരിച്ചു. എല്ലാവരും ചേർന്ന് ഒരുക്കിയെടുത്ത് പെട്ടിക്കിടത്തി എടുത്തുകൊണ്ട് അങ്ങ് പോകുമ്പോൾ ആ വീട്ടിലൽപ്പം വഴി സൗകര്യം കുറവാണ്. ആളുകൾ തോളിലെടുത്തുകൊണ്ട് പോകുന്ന വഴിയില് ഒരു മരത്തിന്റെ വേരിങ്ങനെ പൊങ്ങിയെന്നു. പെട്ടിയും കൊണ്ടുപോയി ആളൊരുത്തൻ കാല് തട്ടി താഴെ വീണു. പെട്ടിയും താഴെ വീണു. പെട്ടി താഴെ വീണപ്പം താണ്ടി അമ്മ ജാടി ചെറുപയർ പോലെ ജാടി എഴുന്നേറ്റ് കണ്ണും തിരുമിയിരിക്കുകയാണ്. എല്ലാവരും അന്തം വിട്ടുപോയി. എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. വീണ്ടും അമ്മയെ ഒരു പരുവത്തിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. 15 വർഷം ഹിസ്കിയാവിന് ആയുസ് കൊടുത്ത പോലെ 15 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസം ഈ അമ്മ മരിച്ചു. എല്ലാവരും കൂടെ ചേർന്ന്, പഴയ ആളുകളെല്ലാം കൂടെ ചേർന്ന് പെട്ടിയിലെടുത്ത് വെച്ച് അന്ന് ചുമന്ന അതേ ടീം വീണ്ടും വന്ന് പെട്ടി ചുമന്നുകൊണ്ട് വരുമ്പോൾ ഭർത്താവും മുമ്പിലുണ്ട്. ഭർത്താവ് മുമ്പിൽ പോയി പറയുകയാണ്, വേരുണ്ട് സൂക്ഷിക്കണം, വേരുണ്ട് സൂക്ഷിക്കണം, വേരുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭർത്താവ് മുമ്പിൽ മാർച്ച്. കാരണം ഇനിയെങ്ങാണോ ഒന്ന് തട്ടി വീണ് അമ്മ എഴുന്നേറ്റെങ്കിൽ ഇനി 25 വർഷം കിട്ടി എന്റെ ഗതി എന്താകും? അതാണ് പ്രിയപ്പെട്ടവന്റെ സങ്കടം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും സത്തുപോയോ അവിടെ കൊണ്ടെല്ലാം കളഞ്ഞിട്ട് പോകൂ. ശ്മശാനേ പുത്രബാന്ധവ. അടുത്തതായി പറയുകയാണ്, സുഹൃതം ദുഷ്കൃതം ജൈവഗച്ഛന്തം അനുഗച്ഛതി. നല്ലതും തീയതുമായ സകല പ്രവർത്തികളും ശവക്കല്ലറ കൊണ്ട് തീരുന്നില്ല, തുടർന്ന് അവന്റെ പിന്നാലെ അവന്റെ പ്രവർത്തികൾ പോകുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നസ്രയനായ യേശു നിന്റെ പ്രവൃത്തി അറിയുന്നു. നാം ചെയ്ത പ്രവൃത്തി സകലതും അറിയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത സകല പ്രവൃത്തികളും സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. പ്രവൃത്തികളെ അറിയുന്നവനാ ദൈവത്തിന് സ്തോത്രം. തുയത്തൈര സഭയോട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. അതുകൊണ്ട് പ്രവൃത്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ചിലർക്ക് ഒരു ബോധ്യവുമില്ല, ജീവനോടിരിക്കുമ്പോൾ ചെയ്യാവുന്നൊക്കെ ചെയ്യൂ. ചിലർ ചിന്തിക്കുന്ന അവസാനം കിടക്കെ കിടന്നൊന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് പ്രവൃത്തിയൊക്കെ ചെയ്തൊന്ന് ഒഴിവാക്കി പോകാമെന്ന. എന്ത് ചെയ്തോ, നല്ലത് ചെയ്തോ അത് പുറകെ വരൂ, തീയത് ചെയ്തോ അത് പുറകെ വരൂ. സ്വഭാവം നിങ്ങളെ പിന്തുടരുവാനിടയാകും. അതുകൊണ്ട് ആത്മാവ് പറയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. അടുത്തത്, നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു. നാം മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം അത് പരമാർത്ഥമാണോ എന്നറിയാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തുറന്നു നോക്കുകയാണ്. അവന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയാ. ആർക്കും അത് തപ്പിയടയ്ക്കുവാൻ സാധ്യമല്ല. ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം എങ്ങനെ ഇരിക്കുന്നു, എപ്രകാരമാണ് സ്നേഹം, ഇത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹം എപ്രകാരമുള്ളത് എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. അടുത്തതായി ദൈവവചനം പറയുന്നു, നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു അതും ദൈവം നോക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷ എങ്ങനെ ഇരിക്കുന്നു അതും ദൈവം നോക്കുന്നു. അടുത്തത്, സഹിഷ്ണുത എങ്ങനെ ഇരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സഹിച്ചു? ചിലർ പറയാറുണ്ട്, അയ്യോ ഞാൻ അനുഭവിക്കുന്നൊന്നും ആരും കാണുന്നില്ലെന്ന്. ആര് പറഞ്ഞു കാണുന്നില്ലെന്ന്? കഴിഞ്ഞ കാലങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത്, നിന്നെ മറ്റുള്ളവർ വേദനപ്പെടുത്തിയപ്പോൾ, നിന്ന ആ വാക്കുകൾ പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ആരും കണ്ടില്ല എന്ന് പരിതപിച്ച സമയങ്ങളില്ലേ? ദൈവവചനം പറയുന്നു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവൻ സകലതും അറിയുന്നുണ്ട്. മറ്റുള്ളവർ നിന്നെ പീഡിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ നീ സഹിച്ചത് സകലതും അറിയുവാൻ കഴിവുള്ള കണ്ണുള്ളവൻ യേശു നമ്മുടെ മധ്യേ നിലകൊള്ളുകയാ. ദൈവത്തിന്
സ്തോത്രം. അവന്റെ കണ്ണ് മൂടുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ കണ്ണ് തുറന്നിരിക്കുന്നു. അവൻ തന്റെ ജനത്തെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവന്റെ കണ്ണ് എവിടെയൊക്കെയാണ് ഉള്ളത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ഏതിന്മേൽ? ദേശത്തിന്മേൽ. ദൈവത്തിന് സ്തോത്രം. നാം പാർക്കുന്ന ദേശത്തിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം കഴിഞ്ഞ കാലങ്ങളിലായിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം സൂക്ഷിക്കപ്പെട്ടത്. അത്ഭുതകരമായി വലിയ വലിയ വിപത്തുകളിൽ നിന്ന് നാം അറിയാതെ നമ്മെ സംരക്ഷിച്ച ഒരു ദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ ദൃഷ്ടി ദേശത്തിന്മേൽ ആണ്ടിന്റെ ആരംഭം മുതൽ 2016 ആരംഭം കഴിഞ്ഞു. ഇതിപ്പോൾ 11-ാം മാസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ കാലമത്രയും നാം ആയിരുന്ന ദേശത്തിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. ദൈവം നമ്മെ നോക്കിക്കൊണ്ടേയിരുന്നു, നമ്മെ കണ്ടുകൊണ്ടേയിരുന്നു. നമ്മുടെ ദേശത്തിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല 33-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം കാണുവാൻ കഴിയുന്നു. അവന്റെ തുറന്നിരിക്കുന്ന കണ്ണ് പതിക്കപ്പെടുന്നത് ആരുടെ മേലാണ്? വായിച്ചിട്ട് 33-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. അടുത്തത്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി. ആ ഭാഗം മാത്രം വായിച്ചോട്ടെ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ദൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, അത് ഭക്തന്മാരുടെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരും അടയ്ക്കാതെ വണ്ണം തുറന്നിരിക്കുന്ന ദൈവത്തിന്റെ കണ്ണ് ദേശത്തിന്മേലുണ്ട്. നാം പാർക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ ദേശത്തിന്മേൽ, രാജ്യത്തിന്മേൽ, ലോകത്തിന്റെ മേൽ ആ കണ്ണുണ്ട്. അടുത്തത് ഭക്തന്മാരുടെ മേലുണ്ട്. അത് ദൈവമക്കൾക്കുള്ളൊരു സംരക്ഷണമായിട്ടാണ് പറയുന്നത്. ഭക്തന്മാരുടെ മേൽ യഹോവയുടെ ദൃഷ്ടിയുണ്ട്. ആരാണ് ഈ ഭക്തൻ എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഭക്തൻ എന്ന് പറഞ്ഞാൽ വെള്ളയുടുപ്പിടുക എന്നുള്ളതാണോ? അതോ പുറമേ ഉള്ള ഏതെങ്കിലും വേഷഭൂഷാദികൾ നയിക്കുക എന്നുള്ളതാണോ ഭക്തൻ എന്ന് പറയുന്നത്? സംസ്കൃത ശ്ലോകത്തിൽ ഒരു ഭക്തനെ കുറിച്ച് ഇപ്രകാരം ഒരു 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തന്റെ ജീവിതം എന്താകുന്നു? അത് ഇപ്രകാരം പറയുന്നത്: 1 അല്പഭക്ഷണം, 2 ജീർണവസ്ത്രം, 3 ഭഗധ്യാനം, അടുത്തത് ശ്വാനനിദ്ര. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. ഒന്നാമത് പറയുന്നത് അല്പഭക്ഷണം. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വേഷം കൊണ്ടല്ല. അതിൽ പറയുന്ന ഒരു കാര്യം ഒന്നാമത്തെയാണ് അല്പഭക്ഷണം, ലഘുവായ ഭക്ഷണം, ജീവിപ്പാൻ വേണ്ടി കഴിക്കുക. ചിലരുടെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഒരാളിനോട് സംസാരിച്ച പറയുക, അച്ഛാ പൊറോട്ട ഒരു വീക്ക്നെസ് ആണെന്ന്. ചിലർക്ക് അതൊക്കെയാ, ഫുഡ് ഒരു വലിയ വീക്ക്നെസ് ആണ്. ചില ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത വീക്ക്നെസ് ആണ്. ഭക്ഷണം ജീവിതത്തിൽ നിയന്ത്രിപ്പാൻ കഴിയാത്തവരുണ്ട്. ബൈബിൾ അതിന് ചില നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. നീ ഭക്ഷണപ്രിയനാകുന്നെങ്കിൽ തൊണ്ടയ്ക്കൊരു നല്ല കത്തി വെച്ചുകൊള്ളാനാ പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഒരു ടാപ്പിംഗ് കത്തി വെക്കാമെങ്കിൽ അതാ നല്ലത്. പിന്നെ തുന്നിക്കെട്ടാനൊക്കെ ചില പ്രയാസമുണ്ടല്ലോ. ഭക്ഷണപ്രിയനാകരുത്, അത് പാപമാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ 1 അല്പഭക്ഷണം, ലഘുഭക്ഷണം. അവന് ജീവിപ്പാൻ ആവശ്യമുള്ളത് കഴിക്കണം. ഓസിനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കിട്ടുന്നതെല്ലാം വാരി അകത്താക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. ആവശ്യത്തിന് ജീവിപ്പാനുള്ള ഭക്ഷണം. അടുത്തത് ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞ മുണ്ട് ഉടുപ്പൊക്കെ ഉടുക്കണമെന്നല്ല. ഒരു ലഘുവായ വേഷവിധാനം, ലളിതമായ വസ്ത്രധാരണ രീതി. ആഡംബരങ്ങളെ ഉപേക്ഷിക്കണം എന്നൊരർത്ഥം അതിനുണ്ട്. ദൈവഭക്തന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഓർത്തുകൊള്ളണം. ആഡംബര ജീവിതത്തെ ഉപേക്ഷിച്ചു കൊള്ളണം. എത്രയെത്ര തുണിത്തരങ്ങളാണെന്നറിയാമോ നമ്മുടെ ദൈവമക്കൾക്കൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ദൈവമക്കളാണെങ്കിൽ പൊന്നും വെള്ളിയും ഒന്നും ധരിക്കാറില്ല. പക്ഷേ കല്യാണത്തിന് എവിടെങ്കിലും ഒന്ന്
പോകണമെങ്കിൽ കാഞ്ചീപുരം ബനാറസ് പട്ടുസാരി 23,999 രൂപ 50 പൈസയുടെ ആ സാധനം ഉടുത്താലേ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയുമെന്നാ ചോദിക്കുന്നത്. കല്യാണം ഒക്കെ അല്ലേ, കണ്ടിട്ടില്ല ഇങ്ങനെ കയ്യിലൊക്കെ തൂക്കിയിട്ടുണ്ട്, ബാഗ് തൂക്കിയിടുന്ന പോലെ പലരും ധരിക്കുന്ന വസ്ത്രം ഒക്കെ തൂക്കിയിട്ടുണ്ട് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാല് ബൈബിൾ പറയുന്നു ആഡംബര വസ്ത്രവിധാനങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളേടോ. ഇനി അല്ല ആഡംബരത്തോടാണോ ജീവിക്കുന്നത്? ബൈബിൾ എന്താണ് പറയുന്നത്? നിന്റെ ആഡംബരവും വാദ്യഘോഷവും കീഴെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ആഡംബര പ്രേമികൾ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച ലോകത്തിൽ കിട്ടുന്നതെല്ലാം മതിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവർ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു എന്നാണ് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത്. ആകയാൽ ലളിതമായ വസ്ത്രധാരണ രീതി പെന്തിക്കോസുകാരായ ദൈവമക്കളോട് ഞാൻ പറയുക, ആ ലാളിത്യം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഭക്തനായ യാക്കോബിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ കൂടാരവാസിയോ സാധുശീലനുമായിരുന്നു. ഒരു ദൈവപൈതലിന്റെ കാഴ്ചപ്പാടിൽ ഒന്ന് അതാകുന്നു പ്രിയമുള്ളവരെ. യേശു ലോകത്തിൽ വന്നപ്പോൾ കാണിച്ചു തന്ന മാതൃകകളിൽ ഒന്നതായിരുന്നു. നമുക്കറിയാമല്ലോ, സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഭക്തനായ ഒരു വിശുദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ ഒരു പ്രഭാഷണത്തിനായി കടന്നുപോയി. തന്റെ കാഷായ വസ്ത്രം, സാധാരണ ലളിതമായ വസ്ത്രവിധാനം, താൻ അമേരിക്കയിൽ ഫ്ലൈറ്റ് ഇറങ്ങി തന്റെ വേഷവിധാനം കൊണ്ട് ഒരു ഹോട്ടൽ റൂം എടുക്കുവാൻ ചെല്ലുമ്പോൾ തന്റെ പുറമേ ഉള്ള വേഷം കണ്ട് താൻ ഏതോ ഒരു ദരിദ്രനോ ഒന്നുമില്ലാത്തവനെന്നോ കണ്ടിട്ട് അമേരിക്കയിലുള്ള ഹോട്ടലുകാർ ഒരു റൂം പോലും തനിക്ക് അനുവദിച്ചു കൊടുത്തില്ല. അദ്ദേഹം ദുഃഖിതനായി കടങ്ങി നടന്ന് അന്ന് രാത്രിയിൽ ഏതോ ഒരു കടത്തുണ്ടെങ്കിലോ മറ്റോ വിശ്രമിച്ച് ഈ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പിറ്റേ ദിവസം മുഷിഞ്ഞ വസ്ത്രവുമായി ചെന്നു. ഇന്ത്യയിൽ നിന്നൊരു മിഷണറി വരും, ആ മിഷണറിയെ കാത്തിരിക്കുകയാണ് ആയിരങ്ങൾ. അവിടെ കൂടിയിരിക്കുമ്പോൾ അദ്ദേഹം വരുവാൻ വൈകി. അദ്ദേഹം വന്ന ആ കോൺഫറൻസ് നടക്കുന്ന ഹാളിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി. ഒരു പരിചാരിക വന്ന് ഓടി വന്ന് വാതിൽ തുറന്നു. ഒന്നും മിണ്ടാതെ അവൾ തിരിച്ച് കോൺഫറൻസ് ഹാളിലേക്ക് ഓടിപ്പോയിട്ട് അവൾ വിളിച്ചു പറഞ്ഞു, നമ്മുടെ കോൺഫറൻസ് ഹാളിന്റെ മുൻപിൽ ഒരു യേശു വന്ന് നിൽക്കുന്നു. ആ ഭക്തനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, യേശുവിനെ പോലെയുള്ള ഒരു മനുഷ്യൻ അതാ വന്നു നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ഭക്തന്റെ ജീവിതം ലളിതമായ ജീവിതമായിരിക്കണം. അവന്റെ വസ്ത്രധാരണ രീതിയിൽ അവനത് പുലർത്തിയിരിക്കണം. അത് ദൈവമക്കൾ സൂക്ഷിക്കേണ്ട ഒന്നാകുന്നു. അടുത്തതായി പറയുന്ന ഒരു കാര്യമാണ് ബഗധ്യാനം എന്ന് പറഞ്ഞാൽ കൊക്കിന്റെ ധ്യാനം എന്നാ പറയുന്നത്. കൊക്കിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പാടത്തും വരമ്പത്ത് തോടിന്റെ ഒക്കെ കരയിൽ പോയി ഒറ്റക്കാലിൽ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഇരിക്കും. ഉറങ്ങുകയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ സമയത്ത് ഒരു ചെറിയ മത്സ്യം അങ്ങാണോ അതിലെ പോയാൽ നീണ്ട ചുണ്ട ആഞ്ഞെറിഞ്ഞ് ആ മത്സ്യത്തെ കൊത്തിയെടുക്കും. ബഗധ്യാനം, മയക്കമോ ഉറക്കമോ ധ്യാനമോ ഒക്കെ ആണെങ്കിലും ധ്യാനത്തിന്റെ ഇടയിൽ ദൈവം തരുന്ന നന്മകൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയെടുത്തു കൊള്ളണോ. നമുക്കുള്ളത് ധ്യാനത്തിൽ പ്രാപിക്കണോ. അവരുടെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന് ബൈബിൾ ഓർപ്പിക്കുന്നു. ഒരു നല്ല ധ്യാന ജീവിതം ഉള്ളവരായിരിക്കണം. ബൈബിൾ നമ്മോട് ഓർപ്പിക്കുകയാ, നന്നായി ദൈവസന്നിധി ഇരുന്ന് ധ്യാനിക്കുന്ന ഒരു ധ്യാന ജീവിതം, ഒരു മെഡിറ്റേഷൻ ലൈഫ് നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാകുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ മൂന്നാമത്തെ അവസ്ഥ ഒരു ധ്യാന ജീവിതമുള്ളവരായിരിക്കണം. ആ പഴയ നിയമഭക്തന്മാരെ കുറിച്ചൊക്കെ പറയുന്നു, ഇസ്ഹാക്ക് വെളിമ്പ്രദേശത്ത് ധ്യാനിപ്പാൻ പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാമും ആ കാലങ്ങളിൽ നിന്ന് ധ്യാനിച്ചു കൊള്ളണം. ധ്യാനിച്ച് നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുത്തു കൊള്ളണം. അടുത്തതായി പറയുന്നത് ശ്വാനനിദ്ര എന്ന് പറഞ്ഞാൽ, ശ്വാനൻ എന്ന് പറഞ്ഞാൽ ആ പേര്, അതിന്റെ മലയാളം പറഞ്ഞാൽ ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയം, പ്രത്യേകിച്ച് കേരളത്തില് ആ പേര് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മുട്ടം പ്രശ്നം ഉണ്ടാകും. എന്താണെന്നറിയാമോ? പട്ടി, നായ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ശ്വാനനിദ്ര, പട്ടിയുടെ ഉറക്കം. എങ്ങനെയാണെന്നറിയാമോ? ഒന്ന് മയങ്ങും പിന്നെയും ചാടി എഴുന്നേക്കും. ചെറിയൊരു അനക്കം കേട്ടാൽ മതി. ചിലരെങ്ങാണ് ഉറക്കത്തിൽ വീണ ആന ചവിട്ടിയാൽ പോലും അറിയത്തില്ല. അതുപോലത്തെ ഉറക്കമായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉറങ്ങുന്നവരുണ്ട്. ശ്വാനനിദ്ര. യജമാനനെ സൂക്ഷിപ്പാൻ യജമാനന്റെ വീടിന്റെ മുറ്റത്ത് ആക്കപ്പെട്ടിരിക്കുന്ന ഒരു കരിയില വീണാൽ അവൻ ചാടി എഴുന്നേൽക്കും. അദ്ദേഹത്തിന് ഉറക്കക്ഷീണവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെങ്ങാണ് ഒരു ദിവസം ഉറക്കക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ ഒരാഴ്ച നമ്മളിങ്ങനെ വല്ലാത്ത പരുവത്തിൽ പനി പിടിച്ചു പോലെ നമ്മുടെ പോക്ക്. ദൈവത്തിന് സ്തോത്രം. ശ്വാനനിദ്ര. ഏത് പാതിരാത്രിയിലാണെങ്കിലും ആ ചെറിയൊരു കാര്യത്തിൽ പോലും ഉണർന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഉണർവുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതാണ് ഭക്തൻ എന്ന് പറയുന്നത്. അല്ലാതെ നല്ല വെള്ളയുടുപ്പും വെള്ളം കൊണ്ടും ഒക്കെ ഉടുത്ത് സഹോദരന്മാരാണെങ്കിൽ 7 o'clock ബ്ലേഡ് വാങ്ങിച്ച് ഈ മൂക്കിന്റെ താഴെ ഇരിക്കുന്നതെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞ്, സഹോദരിമാരാണെങ്കിൽ കഴുത്തിലും കാതിലും ഉള്ളതെല്ലാം ഊരി വിൽക്കത്തില്ല, കൊണ്ട് പണയം വയ്ക്കും, അല്ലെങ്കിൽ ലോക്കറി കൊണ്ടുവയ്ക്കും. അതെല്ലാം മാറ്റിവെച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പുറമേ കാണിക്കുന്നതല്ല. ഈ അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ടോ? ഒരു ധ്യാന ജീവിതം നിനക്കുണ്ടോ? ഒരു ലളിത ജീവിതം നിനക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ഉണർന്ന് മുൻപോട്ട് പോകുവാൻ കഴിയുന്ന ഒരു ജീവിതമുണ്ടോ? നീയാണ്
ഭക്തൻ. നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. പെന്തിക്കോസുകാരുടെ മേലെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ സുവിശേഷ മീറ്റിംഗിന്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. നമുക്കൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പെന്തിക്കോസുകാരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയില്ല. ദൈവവചനം പറയുന്നു ദൈവഭക്തന്മാരുടെ മേൽ അവന്റെ ദൃഷ്ടിയുണ്ട്. യഹോവയുടെ ദൃഷ്ടി അവന്റെ ഭക്തന്മാരുടെ മേൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, യഹോവയുടെ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത കണ്ണ് നിന്റെ മേൽ വീണ് ദൈവം നിന്നെ സൂക്ഷിപ്പാൻ കഴിയണമെങ്കിൽ നീ ഒരു ഭക്തനായി ജീവിച്ചു കൊള്ളണം. ഈ ഭക്തി എന്നുള്ള വാക്ക് മലയാളം വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള പരിഭാഷകളിലെല്ലാം കൊടുത്തിരിക്കുന്നത് ദൈവഭയം എന്നാകുന്നു. ദൈവഭയമാണ് ഭക്തിയുള്ള ജീവിതമെന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ ദൈവഭക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. വീണ്ടും നമുക്കൊന്ന് വായിക്കാം. 32-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചാട്ടെ. 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആ ഭാഗം വായിച്ചു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ ദൃഷ്ടി ഒരു ഭക്തന്റെ മേലുണ്ടെങ്കിൽ എന്താണ് അടുത്തതായി സംഭവിക്കുന്നത്? ദൈവം ആലോചനകൾ നൽകിക്കൊണ്ടേയിരിക്കും. ദൈവദൃഷ്ടി നമ്മുടെ മേലുണ്ടോ, ദൈവം നമുക്ക് ആലോചനകളെ നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. നിങ്ങളൊരു ഭക്തനായി ജീവിച്ചു നോക്കിയേ, ആവശ്യമുള്ള സമയത്ത് ദൈവം ആലോചനകൾ സ്വർഗം തുറന്ന് നിങ്ങളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അതൊരു പ്രവചനമായിരിക്കാം, ചിലപ്പോൾ ഒരു സാക്ഷ്യമായിരിക്കാം, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസംഗമായിരിക്കാം, ചിലപ്പോൾ ഒരാൾ വായിക്കുന്ന വചനമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും എഴുതി വച്ചിരിക്കുന്ന ഒരു വചനമായിരിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആലോചന തന്റെ ഭക്തന്മാരുടെ മേൽ അവൻ ദൃഷ്ടി വെച്ച് പറഞ്ഞു തരുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നു. ഈ ആലോചനകളാണ് ദൈവം ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ ദൈവം ഭൂതലത്തിൽ കൊടുത്ത ദൈവത്തിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. ഈ ആലോചനകൾ ഭക്തന്മാർക്ക് കൊടുക്കുകയാണ്. ദൈവം നിന്റെ മേൽ ദൃഷ്ടി വച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആലോചന നിനക്ക് പറഞ്ഞു തരും. ദൈവത്തിന്റെ ആലോചന നാം നിരസിച്ച് മുൻപോട്ട് പോയാൽ അത് ജീവിതത്തിൽ ഒരു വലിയ പരാജയമായിരിക്കും. എന്താണ് ദൈവത്തിന്റെ ആലോചന? ലോകത്തിലെ മനുഷ്യനോട് ദൈവം പറയുന്നു, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ ആലോചനയുമാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പരീശന്മാരെ കുറിച്ച് പറയുന്നു, അവർ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന അവർ വൃഥാവാക്കി കളഞ്ഞു എന്ന് ബൈബിൾ പറയുന്ന ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ദൈവത്തിന്റെ ആലോചനയിൽപ്പെട്ട ഒരു കാര്യമാണ് സ്നാനം എന്നുള്ളത്. അത് ദൈവത്തിന്റെ ആലോചനയാണ്. പെന്തിക്കോസ്ത് പാസ്റ്റർമാർ എഴുതിയുണ്ടാക്കിയ ഒരു തത്വമല്ലത്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ ആലോചന, യേശു കൊടുത്ത കൽപ്പന, അപ്പോസ്തലന്മാർ അനുഷ്ഠിച്ചത്, 1-ാം നൂറ്റാണ്ടിലെ സഭ അടിസ്ഥാനപരമായി പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നായിരുന്നു തിരുസഭയുടെ സ്നാനം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചന നാം ഒരിക്കലും കേൾക്കാതെ പോകരുത്, അതിനെ ഒരിക്കലും നിരസിക്കരുത്. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ആലോചന തന്റെ ഭക്തന്മാരുടെ മേൽ തരുന്നു. എന്നാൽ ഇന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, പലരും ദൈവത്തിന്റെ ആലോചനയ്ക്ക് മറ്റു പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതിനെ വേറൊരു തരത്തിലൊക്കെ ആക്കി തീർത്ത് പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരിക്കൽ ഒരു അറബി കേരളത്തിൽ വന്നു. കേരള നാട്ടിൽ മലയാളക്കരയിൽ വന്ന് എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചപ്പോൾ കാഴ്ച കാണാൻ വേണ്ടി വന്നതാ. വന്ന വഴിക്ക് സ്ത്രീകൾ തുണി അലക്കുന്ന ഒരു കാഴ്ച. ഈ കല്ലിന്മേൽ തുണി ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് പാറയുള്ള ഭാഗത്ത് കല്ലിൽ അടിച്ചു നനയ്ക്കും. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് തിരിച്ച് താനെ ഗൾഫിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് തന്റെ കൂട്ടുകാരോടൊക്കെ പറയുക, ഈ കേരളക്കരയിലുള്ള സ്ത്രീകളുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്നവരെന്നല്ല, ഭയങ്കര മുറ്റു സാധനങ്ങളാണ്. അപ്പൊ കൂട്ടുകാർ ചോദിച്ചാൽ എന്താ, അവർ തുണി കൊണ്ടാ പാറ പൊട്ടിക്കുന്നത്. ഇദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ സ്ത്രീകളെല്ലാം കൂടി തുണിയെടുത്ത് പാറ പൊട്ടിക്കുകയാണെന്നാ. ദൈവത്തിന് സ്തോത്രം. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ പോയാൽ എത്ര വലിയ മണ്ടത്തരമാണ്. ഇന്ന് പലരും ദൈവത്തിന്റെ ആലോചന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്താൽ പറയും അത് അങ്ങനെയൊന്നുമല്ല, അത് വേറൊരു നിലവാരത്തിലുള്ളതാ. അറബിക്ക് തോന്നിയ പോലെ തുണി കൊണ്ട് പാറ പൊട്ടിക്കാൻ തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആലോചന ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുകയാണ്. ഈ നല്ലില പ്രദേശത്ത്
പ്രദേശത്ത് അനേക ഭക്തന്മാരുണ്ട്. ഞാൻ പെന്തിക്കോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഈ ചുറ്റുപാടിൽ പാർക്കുന്ന ഭക്തന്മാരായ അനേകം ആളുകൾ ദേശത്തുണ്ട്. അവരോട് ദൈവം തന്റെ ആലോചന സുവിശേഷ സന്ദേശത്തിലൂടെ അറിയിക്കുകയാ. എന്നാൽ ആദിമകാലത്തെ ഭൂതലത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രികളും അവനാൽ സ്നാനമേൽക്കാതെ വണ്ണം ദൈവത്തിന്റെ ആലോചന അവർ തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. നല്ലില്ലാ ദേശനിവാസികളെ, ദൈവത്തിന്റെ ആലോചന നാം ഒരിക്കലും വൃഥാവാക്കി കളയരുത്. അവൻ നമുക്ക് സമയാസമയങ്ങളിൽ ആലോചനകൾ നൽകി നമ്മെ നടത്തുന്നവനെന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ആലോചന നമുക്ക് ലഭിച്ചാൽ എന്താണ് അതിന്റെ ഗുണമെന്നറിയാമോ? 73-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, നീ നിന്റെ ആലോചനയാൽ ഞങ്ങളെ നടത്തും. വായിച്ചോട്ടെ 24. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തൂ, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളൂ. ഒരു മനുഷ്യന്റെ മഹത്വം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നല്ലോ, യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിക്കുകയാണ്. എന്താണ് മഹത്വം? ആദിമ ഏദനിലേക്ക് വന്നാൽ മനുഷ്യൻ മഹത്വരൂപിയായിരുന്നു. ദൈവത്തിന്റെ തേജസ്സിനാൽ പൊതിയപ്പെട്ട മനുഷ്യൻ തേജസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ വഞ്ചകനായ സാത്താൻ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നു. സഹോദരി ഹവ്വായുടെ ചെവിയിൽ ചില ദുർമന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അരുതേ എന്ന് ദൈവം പറഞ്ഞത് ചെയ്ത് പാപത്തിന് ദാസനായി ദാസിയായി ദൈവത്തിന്റെ തേജസ് വിട്ടുപോയി. ദൈവത്തിന്റെ മഹിമ മനുഷ്യനെ വിട്ടുപോയപ്പോൾ സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിക്ക് വന്ന നഷ്ടം നികത്തുവാൻ അവൻ ദാനലോകത്തിൽ ഇറങ്ങി വന്ന് അവന്റെ ജീവനും പ്രാണനും നമുക്ക് നൽകി. അവൻ നമുക്ക് വേണ്ട ആലോചനകൾ നൽകി. എന്തിന്? ആ മഹത്വത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാൻ. ഇത് മനസ്സിലാക്കിയിട്ട് സങ്കീർത്തനക്കാരൻ പറയുക, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തൂ. അടുത്തത് പിന്നത്തേതിൽ മഹത്വത്തിലേക്ക്. ചില കണ്ടിട്ടില്ലേ, നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു അടക്കാരാധനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അത് കണ്ടക്ട് ചെയ്ത ഒരു ഭക്തനായ നല്ലൊരു പുരോഹിതൻ ഇപ്രകാരം പറയുക, നിന്റെ മഹത്വത്തിൽ ഇവനെയും അവിടെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞങ്ങളിപ്പോൾ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ദാനം ചെയ്യുകയാണെന്ന് നിന്റെ മഹത്വത്തിൽ കാണാമെന്ന്. എന്നാൽ ബൈബിൾ അങ്ങനല്ല പറയുന്നത്. ഒന്നാമത് ദൈവാലോചനയിൽ നടക്കണം, പിന്നെയാണ് ദൈവമഹത്വം ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് പലരും മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മഹത്വം കിട്ടൂ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ആദ്യം ദൈവാലോചനയിൽ നടക്കണം. ദൈവം നിന്നോട് എന്ത് പറയുന്നോ, വിശുദ്ധ ബൈബിൾ മാനവജാതിയോട് അനുസരിപ്പാൻ പറയുന്ന പ്രബോധനങ്ങൾ, അനുസരിപ്പാൻ പറഞ്ഞ ഉപദേശങ്ങൾ ആരെവിടെ തള്ളിക്കളഞ്ഞാലും ദൈവവചനം പറയുന്നു, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ദൈവം തള്ളിക്കളയും. അവന്റെ ആലോചന ആര് നിരസിച്ചാലും അവർക്ക് ദൈവമഹത്വം പ്രാപിപ്പാൻ കഴിയുകയില്ല. ദൈവവചനം പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ നടത്തൂ, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കണ്ണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുകയാ. ആ കണ്ണിനാൽ ഉണ്ടാകുന്ന ദൃഷ്ടി അവൻ നിന്റെ മേൽ വെച്ച് ആലോചനകളെ പറഞ്ഞു തരികയാ. എന്നെ കേൾക്കുന്ന ഭക്തന്മാരെ, ദൈവമക്കളെ, യഹോവയുടെ ദൃഷ്ടി കഴിഞ്ഞ കാലങ്ങളിൽ 2016 ആരംഭം തുടങ്ങി ഈ 11-ാം മാസത്തിന്റെ ആരംഭ ദിവസങ്ങൾ വരെയും എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇന്ന് നാം ജീവനുള്ളവരായി സൂക്ഷിക്കപ്പെടുന്നത്. ശത്രു നമ്മെ വിഴുങ്ങുവാൻ ആർത്തലച്ചടുത്തു വന്നപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച തന്റെ ദൂതന്മാരെ അയച്ച ഈ ഭൂതലത്തിൽ നമ്മെ അവൻ പരിപാലിച്ചത് കൊണ്ടല്ലേ ഇന്ന് ഭൂമിയിൽ നാം ജീവനോടെ ഇരിക്കുന്നത്. അത് ബോധ്യമുള്ള ദൈവമക്കളുണ്ടോ? എന്റെ ദൈവം എന്റെ മേൽ ദൃഷ്ടി വെച്ച് തന്റെ ദൂതന്മാരെ അയച്ച് എന്നെ പരിപാലിച്ചത് കൊണ്ടാണ് ഞാൻ ജീവനോടിരിക്കുന്നത് എന്ന് ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിച്ച വിധം എത്ര അത്ഭുതമാകുന്നു. ബൈബിൾ നമ്മോട് ഓർപ്പിക്കുകയാ, ആലോചനയാൽ നടത്തപ്പെട്ട അവിടെ നമ്മെ ആ മഹത്വത്തിലെത്തിക്കും. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഒരുപക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ ഭാരങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നാം ഓർത്തു പോകും, കർത്താവേ ഞാൻ എങ്ങനെയാണ് പോകുന്നത്, ഏതവസ്ഥയിൽ അവിടെ എത്തിച്ചേരും. എന്നാൽ ദൈവവചനം പറയുന്നു, എത്തിക്കേണ്ടിടത്ത് എത്തിപ്പാനൊക്കെ വേണം നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു. നമ്മുടെ ദൈവം നമ്മുടെ മുൻപാകെ വിശ്വസ്തനാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. അവൻ വിശ്വസ്തനായി വിളിച്ച ദൈവം വിശ്വസ്തൻ. ആ ദിനം വരെയും നമ്മെ കൊണ്ടെത്തിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. 2-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ UK-യിൽ നടന്ന സംഭവം, അവിടെ പ്രത്യേകിച്ച് വലിയ ബോംബുകൾ ശത്രു രാജ്യങ്ങൾ വർഷിപ്പിച്ച സമയത്ത് അവിടുത്തെ രാജാവ് ജനങ്ങളെയെല്ലാം ആ പ്രദേശത്ത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോയി. പ്രദേശവാസികളെയെല്ലാം ട്രെയിനിൽ കയറ്റി ഏതോ അജ്ഞാത സ്ഥലത്തേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്
മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിതാവ്, ഒരു മാതാവ്, 3 കുഞ്ഞുങ്ങൾ, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി, ഇളയ ഒരു പെൺകുട്ടിയുണ്ട്. ഈ 5 പേരടങ്ങുന്ന കുടുംബം ട്രെയിനിലേക്ക് കയറി. എല്ലാവരും തങ്ങൾക്കുള്ള സമ്പത്തുകൾ വിട്ടിട്ടാണ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി ട്രെയിനിൽ കയറി. ഈ പെൺകുട്ടി ആ തന്റെ മൂത്ത സഹോദരങ്ങളോട് ചോദിച്ചു, അവരെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എവിടെയാണ് നമ്മൾ പോകുന്നത്? കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ കൊച്ചു പെൺകുട്ടി ചോദിച്ചപ്പോൾ സഹോദരങ്ങൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, മോളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല, നിനക്കറിയാത്തതുപോലെ ഞങ്ങൾക്കും അറിയത്തില്ല. പക്ഷേ ഈ ഇംഗ്ലണ്ടിന്റെ രാജാവിനറിയാം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ശത്രു നമ്മെ വിഴുങ്ങുവാൻ വരുമ്പോൾ, ശത്രു നമ്മെ തകർത്ത് കളയുവാൻ വരുമ്പോൾ ദൈവം നമ്മെ ചില സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റും. അത് സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞാൽ അമേരിക്കയോ ഇംഗ്ലണ്ടോ ഒന്നും അല്ല. ചിലരിന്ന് സുരക്ഷിത സ്ഥാനമെന്ന് പറഞ്ഞ് ന്യൂസിലാൻഡിന് പോകാൻ ഒരുങ്ങുന്നു, ഓസ്ട്രേലിയയ്ക്ക് പോകുന്നു, അമേരിക്ക ഒക്കെ സുരക്ഷിതമാണെന്ന് പറഞ്ഞു ഓടുകയാ. പ്രിയമുള്ളവരെ, അവിടെ എങ്ങുമല്ല സുരക്ഷിതം. ദൈവം ചിലപ്പോൾ നമുക്ക് സുരക്ഷിത സ്ഥാനങ്ങൾ ഒരുക്കുന്നത് ചിലപ്പോൾ ഒരു താഴ്ചയുടെ പടിയായിരിക്കും. ദൈവം ചിലപ്പോൾ നമ്മെ താഴ്ത്തു, അത് നമ്മെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു പടിയാകുന്നു. ദൈവവചനം അതാ പറയുന്നത്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ തന്റെ വിശ്വസ്തത ഹേതുവായി നമ്മെ താഴ്ത്തുന്നു എന്ന് ദൈവവചനം പറയുന്നു. ചിലപ്പോൾ നമ്മുടെ താഴ്ചകൾ നമുക്കുള്ള ഒരു സുരക്ഷിത സ്ഥാനമാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ആലോചനയാൽ നടത്തപ്പെട്ടാൽ ആ ദൈവമഹത്വത്തിലേക്ക് പോകാം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശത്രുവായ സാത്താൻ നിമിത്തം പാപത്താൽ ഉണ്ടായ മാലിന്യങ്ങളും കറകളും കഴുകിക്കളയുവാൻ യേശു നമുക്ക് വേണ്ടി ഒരു ഉറവ, ദൈവം നമുക്കായി ഒരു ഉറവ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. സക്കറിയാ പ്രവചനം 13-ാം അധ്യായം എടുത്താട്ടെ. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. സക്കറിയാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഒരു ഉറവ തുറന്നിരിക്കും. നടക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഒരു ഉറവ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട് യേശുവിലൂടെ തന്നെ. അന്നാളിൽ അവൻ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും കറകൾ കഴുകിക്കളഞ്ഞ് പരിഹാരമുണ്ടാക്കുവാൻ ഒരു ഉറവ അവൻ തുറന്നു. ഈ ഉറവ തുറന്നത് നമ്മുടെ യേശുവിന്റെ കാൽവറിയിലാണ്. യേശു തമ്പുരാൻ കാൽവറിയിൽ ബലിയാകുമ്പോൾ അവൻ 3 ആണികളിന്മേൽ തൂങ്ങിക്കിടന്ന് എലോഹീം എലോഹീം ലമാ ശബക്താനി എന്നലറിക്കറിഞ്ഞ് പ്രാണനെ വിടുമ്പോൾ ശരീരം മുഴുവൻ അടിയേറ്റ് തകർന്ന് അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കൈകാലുകളിൽ ആണികൾ അറഞ്ഞു ചെലുത്തി അവന്റെ പുറം നീളത്തിൽ അടിച്ചു കീറി അവന്റെ വിലാപ്പുറം പടയാളി കുന്തം കൊണ്ട് കുത്തി വലിച്ചെടുക്കുമ്പോൾ ആ കുന്തം കയറിയ പാടിൽ നിന്ന് ഒടുവിൽ രക്തവും വെള്ളവും പുറപ്പെട്ടു. എന്താണ് ദൈവവചനം പറയുന്നത്? പാപത്തിന്റെയും മാലിന്യത്തിന്റെയും ആ അകൃത്യങ്ങൾ മുഴുവൻ കഴുകിക്കളയുവാൻ ഒരു ഉറവ അവൻ നമുക്കായി തുറന്നിട്ടുണ്ട്. യേശുവിന്റെ കാൽവറി നമ്മുടെ പാപത്തെ കഴുകിക്കളയുന്ന ഒരു ഉറവയാകുന്നു. അവിടെ നിന്ന് അവന്റെ രക്തം അവൻ നമുക്കായി ഒഴുക്കി തന്നാൽ ആ രക്തത്തിൽ സകല പാപത്തിന്റെ മാലിന്യങ്ങളും കഴുകിക്കളയുമെന്ന് ദൈവവചനം പറയുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു എന്താണ് ചെയ്തത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അവൻ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം യേശു എന്താണ് ലോകത്തിൽ വന്ന് ചെയ്തത്? പാപത്തിന്റെയും മാലിന്യത്തിന്റെയും സകല അശുദ്ധികളും കഴുകിക്കളയുവാൻ ഒരു ഉറവ ലോകത്തിൽ അവൻ തുറന്നു വയ്ക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും അല്ലെങ്കിൽ ഇന്നും ലോകത്തിൽ ഒരു പാപിയായ മനുഷ്യൻ അവന്റെ അകൃത്യത്തെ ഓർത്തനുദപിച്ച് ദൈവമുഖത്ത് നോക്കി അലറിക്കരഞ്ഞാൽ അവന്റെ പാപത്തിന്റെ കറകൾ കഴുകുവാൻ അവൻ കാൽവറിയിൽ ഒരു ഉറവയെ തുറന്നു വെച്ചിട്ടുണ്ട്. അത് മൂടുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ ആ കാൽവറിയിൽ ഒഴുകുന്ന രക്തം, കാൽവറി ക്രൂശിൽ അവൻ ഒഴുക്കി തരുന്ന ആ രക്തം നമ്മുടെ പാപത്തിന്റെ കറകൾ, സകല മനുഷ്യന്റെയും ലോകത്തിലുള്ള സകലരുടെയും പാപത്തെ അവൻ കഴുകിക്കളയുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും അപ്പോസ്തലൻ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. വായിച്ചാട്ടെ. യേശു എന്താണ് ചെയ്തത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ
ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു. യേശു എന്താണ് ചെയ്തത്? പാപത്തിന്റെ മാലിന്യം കഴുകിക്കളയുവാൻ കാൽവറിയിൽ ഉറവ തുറന്ന കർത്താവ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്തത്, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ബലഹീനതകളെ ചുമന്ന് ക്രൂശിൽ കയറിയ ആ യേശുവിന്റെ അടിപ്പിണരുകളിൽ നമുക്ക് സൗഖ്യമുണ്ട്. നമ്മെ ബലഹീനപ്പെടുത്തുന്ന രോഗത്തിന്റെ ശക്തികളെ മാറ്റി നമുക്ക് ബലം തരുവാൻ യേശുവിന്റെ കാൽവറിക്ക് ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിലും അത് അനുഭവിച്ച ഒരു സാക്ഷ്യം നാം കേട്ടുവല്ലോ പ്രിയരേ. യേശുവിന്റെ കാൽവറിയിൽ ഒഴുകുന്ന ചുടുരക്തം, ആ തങ്കമേനിയിൽ ഒഴുകുന്ന തങ്കരക്തം നമ്മുടെ പാപങ്ങളെ കഴുകുക മാത്രമല്ല, ആ അടിപ്പിണരുകളിൽ നമുക്ക് രോഗശാന്തിയുമുണ്ട്. അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാ. സാക്ഷാൽ അവൻ നമ്മുടെ വേദനകളെ എടുത്തു, നമ്മുടെ വ്യാധികളെ ചുമന്നു. അടിപ്പിണരുകളാൽ സൗഖ്യം വരുമെന്ന് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിച്ച പ്രവചനം അത് ക്രിസ്തുവിന്റെ കാൽവറിയിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. ആ കാൽവറിയിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചപ്പോ അവന്റെ കാൽവറിയുടെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ബലപ്പെടുത്തി നമുക്ക് രോഗസൗഖ്യം നൽകി പാപത്തിന്റെ പരിഹാരത്തിനുള്ള ഉറവയായി ഇന്നും ആ കാൽവറി നിലകൊള്ളുകയാ. ഈ രാത്രി ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിപ്പാൻ കഴിയാതെ, മടങ്ങി വരുവാൻ കഴിയാതെ, പാപത്തിന്റെ ഏതെങ്കിലും ചെളിക്കൊണ്ടിൽ പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ട് യാത്ര ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തുറക്കപ്പെട്ട ഉറവയുണ്ട്. ആർക്കും അതിനെ അടപ്പാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ അടുക്കലേക്ക് കാൽവറിയിൽ നിന്ന് രക്തമൊഴുകി വന്ന് ആ രക്തത്താൽ നിന്നെ ശുദ്ധീകരിക്കുന്നവൻ. യേശുവിന്റെ കാൽവറി എത്ര അത്ഭുതമാണ് പ്രിയരേ. അവിടെ ഒന്നൊഴുകുന്ന രക്തം നിന്നെ ശുദ്ധീകരിക്കുക മാത്രമല്ല, സൗഖ്യമാക്കുകയും ചെയ്യും. ഒരു നിമിഷം ആ കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തിയാട്ട്. അവിടെ ഒന്നൊഴുകുന്ന രക്തം നമ്മെ കഴുകുന്നതാണ്, അവിടെ ഒന്നൊഴുകുന്ന രക്തം നമ്മെ ബലപ്പെടുത്തുന്നതാണ്, ആ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിന്റെ രക്തം നമ്മുടെ മേൽ ഒഴിക്കപ്പെട്ടാൽ, യേശുവിന്റെ പുണ്യാഹ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടാൽ ഏത് രോഗങ്ങളും മാറും, ഏത് ബലഹീനതകളും മാറും. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ ഭാരത്താലോ രോഗത്തിന്റെ വേദനയാലോ മനസ്സ് തകർന്നവരായി ഈ ശബ്ദത്തെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിന്നെ ചുമക്കുന്ന കർത്താവിന്റെ കരം നിന്റെ അടുക്കിലേക്ക് വരികയാ. നീ കർത്താവിനെ തേടി ലോകമല്ല ഓടിപ്പോകേണ്ട, തീർത്ഥാടനങ്ങളും പുണ്യസ്ഥലങ്ങളിലേക്ക് ഓടണ്ട. നീ നിൽക്കുന്നിടത്ത് കർത്താവേ എന്ന് ഹൃദയം പൊട്ടിയൊന്ന് വിളിക്കാമോ? നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തുവാൻ ആ കർത്താവിന് ശക്തിയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? അവന്റെ സ്നേഹം എത്ര വലുത് എന്ന് നമുക്ക് ഹൃദയത്തിൽ ഒന്ന് അനുഭവിച്ചറിയാം. നമ്മിലേക്ക് വരുന്നവർ, നമ്മെ തേടി നമ്മിലേക്ക് കടന്നു വന്ന് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ കഴുകി വെടിപ്പാക്കി രോഗത്തിന്റെ സൗഖ്യം തന്ന് നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവ് എത്ര അത്ഭുതമാണ്. പാട്ടുകാരൻ ഇങ്ങനെ പാടിയല്ലോ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, ദോഷിയാമെന്നെയും നാഥ, എത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, എത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ നീപ്പാനെഴുതല്ല എനിക്ക്, മന്നവർ നീപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, ദോഷിയാമെന്നെയും എന്നെയും നാഥ, ചൂണിതലേ ക്ഷീണം ഭാവിച്ചിടാതെന്നെയും ദേവാ, ക്ഷീണം ഭാവിച്ചിടാതെന്നെയും ദേവാ, അണിപ്പഴുതുള്ള പാണികളാലേ, അണിപ്പഴുതുള്ള പാണികളാലേ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, ദോഷിയാമെന്നെയും എന്നെയും നാഥ, കുഞ്ഞാടിന്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദ, കൂടെ ഗമിച്ചവർ പാടുമേ മോദ, സിയ
യേശു നിങ്ങളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർ ചേർന്ന് പാടിയാട്ടെ. എന്നീ ലഭിക്കുമോ പ്രാണനാഥ, എന്നീ ലഭിക്കുമോ പ്രാണനാഥ, തേടി വന്നോ ദോഷിയോ എന്നെയും നാഥ, ദോഷിയോ എന്നെയും നാഥ, എത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാം, എത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാം, മന്നവം വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവം വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, തേടി വന്നോ ദോഷിയാ യേശുദമ്പുരാന്റെ സ്നേഹം, കാൽവറിയിൽ അവൻ ചൊരിഞ്ഞ രക്തത്തിന്റെ ആ സ്നേഹം, കാൽവറിയിൽ നിന്ന് ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. അവന്റെ സ്നേഹം എത്ര അത്ഭുതമാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറിയപ്പോൾ അവന്റെ സ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വന്നതായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ അവന്റെ കണ്ണ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അവന്റെ ദൃഷ്ടി നമ്മുടെ ഓരോരുത്തരുടെയും മേലുണ്ട്. മാത്രമല്ല, പാപത്തിന്റെ ഭാരത്താൽ മുൻപോട്ട് പോകുന്നവർ അവരുടെ പാപത്തിന്റെ മാലിന്യം കഴുകിക്കളയുവാൻ അവൻ കാൽവറിയിൽ ഒരു ഉറവ തുറന്നിരിക്കുന്നു. ഇന്നും അത് ആർക്കും അടപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവിടുന്ന് രക്തമൊഴുകുന്നു. ആ രക്തത്തിന്റെ വില ലോകത്തിലെ മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുത്ത പാപത്തെ കഴുകിക്കളഞ്ഞ് അവനെ ശുദ്ധീകരിപ്പാൻ വണ്ണം കഴിവുള്ളത് എന്ന് ദൈവവചനം പറയുന്നു. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദൈവം ആരും അടയ്ക്കാതെ വണ്ണം ആകാശത്തിന്റെ കിളിവാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ആവർത്തന പുസ്തകം 28-12 വാക്യം. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. യഹോവ തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം നിനക്ക് തുറക്കും. തക്ക സമയത്തെ മഴയും നിന്റെ വേലയും അനുഗ്രഹിക്കപ്പെടുവാൻ യഹോവ നല്ല ഭണ്ഡാരമായ ആകാശം നിനക്ക് വേണ്ടി തുറക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദേശത്തിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടി തുറന്നിരിക്കുകയാണ്. ഭക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പാപത്തിൽ കഴിയുന്നവരുടെ പാപം കഴുകുവാൻ കാൽവറിയിൽ അവൻ നീതിക്കുള്ള ഒരു ഉറവ അവൻ തുറന്നു വെച്ചു. അടുത്തത് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം അവൻ തുറക്കുന്നു. തക്ക സമയത്ത് മഴ കിട്ടുവാനും നിന്റെ വേല അനുഗ്രഹിക്കപ്പെടുവാനും. ഇന്ന് പലരും പല വേലകളും ചെയ്യുന്നുണ്ട്. ലോകത്തെല്ലാ വേലയും ചെയ്താ ജീവിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മുടെ ആളുകൾ നല്ല വേല ഇറക്കിയും ജീവിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചെയ്യുന്നിടത്തും ചെല്ലുന്നിടത്തും ഒക്കെ നല്ല കാണിക്കാവുന്ന വേലയൊക്കെ കാണിച്ച് പോകുന്നവരുണ്ട്. ആ വേലയല്ല. നിന്റെ കൈകൊണ്ട് അധ്വാനിക്കുന്ന സകല വേലകളുടെ മേലും സ്വർഗത്തിലെ ദൈവം നിന്റെ മുൻപാകെ തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. ആർക്കാ തുറക്കണമെന്നറിയാവോ? 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് അവന്റെ പ്രമാണങ്ങൾ ഒന്നുപോലും തള്ളിക്കളയാതെ നടക്കുന്ന ദൈവമക്കളുടെ മേൽ നല്ല ഭണ്ഡാരമായ ആകാശം അവൻ തുറന്നു തരും. നിന്റെ വേലയിന്മേൽ ദൈവത്തിന്റെ ഭണ്ഡാരം തുറക്കൂ. കഴിഞ്ഞ നാളുകളിൽ വിശ്വസ്തയോടെ നിന്നെ നടത്തിയ ദൈവത്തെ നീ ഓർക്കുന്നുണ്ടോ? അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാ. ദൈവത്തിന് സ്തോത്രം. തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കൂ. നീ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ശത്രു നിനക്കെതിരായി പോരാടുന്നുണ്ടെങ്കിൽ നല്ല ഭണ്ഡാരമായ ആകാശം അവൻ നിനക്ക് വേണ്ടി തുറന്നു തന്നാൽ അതിനെ അടപ്പാൻ ആർക്കും സാധ്യമല്ല. കഴിഞ്ഞ മാസം ഞാൻ തിരുവല്ലായിൽ ഒരു മീറ്റിംഗിന് പോയിട്ട് ഞാൻ മടങ്ങി മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഒരു പിതാവ് ദുഃഖത്തോടെ എന്റെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കണ്ണു നിറഞ്ഞൊഴുകുന്നു. ഒരു മീറ്റിംഗിന് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ വീട്ടിൽ പോയി 3 ദിവസം താമസിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഓടി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, വിദേശത്ത് ജോലി ചെയ്യുന്ന മകന്റെ ജോലി നഷ്ടപ്പെട്ടു, 1 മാസത്തിനുള്ളിൽ മടങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ പിതാവ് ദുഃഖത്തോടെ എന്നോട് എന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞ് വളരെ ദുഃഖത്തോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണോ, ഒരു ജോലിക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി
പ്രാർത്ഥിക്കണം. പരമാർത്ഥികളായ ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ അവിടെ നിന്ന് യഹോവ നിന്റെ വേലയെ അനുഗ്രഹിപ്പാൻ നിന്റെ നല്ല ഭണ്ഡാരമായ ആകാശത്തെ തുറക്കൂ. 2 ആഴ്ചയ്ക്ക് ഒരു ദിവസം പ്രഭാതത്തിൽ 3 മണിക്ക് പെട്ടെന്ന് ഈ സഹോദരനെ ഞാൻ ദർശനത്തിൽ കണ്ടു. ഞാൻ പെട്ടെന്ന് ആ ഫോൺ എടുത്തിട്ട് ആ പിതാവിനെ ഞാൻ ഫോൺ ചെയ്തു. വിളിച്ചു ചോദിച്ചു കാര്യം അന്വേഷിക്കുവാൻ. വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ, മോനെ പെട്ടെന്ന് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു, നാട്ടിലേക്ക് വരികയാണ്, ഞാൻ പെട്ടെന്ന് അവന്റെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഫോൺ കൊടുത്ത് സംസാരിച്ച് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ജോലി പോയോ? പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, പക്ഷെ അതിനേക്കാൾ നല്ലത് ദൈവം എനിക്കൊന്ന് തന്നു, നാട്ടിൽ പോയിട്ട് തിരികെ വരാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച വാചകം ഇതാണ്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിന്റെ വേല അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ നല്ല ഭണ്ഡാരമായ ആകാശത്തെ തുറന്ന് നിനക്ക് വേണ്ടുവോളം നന്മ തരുവാൻ അവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനത്രേ. ഇന്ന് രാത്രി വേളയിൽ നിന്റെ വേലസ്ഥലത്ത് നിനക്കെതിരെ പ്രതികൂലമായി തലയുയർത്തി നിൽക്കുന്ന ശത്രുവിന്റെ ശക്തികളുണ്ട്. നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണങ്ങളെ കേട്ടനുസരിച്ച് നിന്റെ തലമുറകളെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുപോയാൽ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ആകാശത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്നു. തന്റെ നല്ല ഭണ്ഡാരമായ ആകാശത്തെ തുറക്കൂ. അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊള്ളണോ, ഭാവി ഓർത്ത് വ്യാകുലപ്പെടണം. ചിലർക്ക് അങ്ങ് വലിയ വ്യാകുലമാ, നാളെ എന്തായിരിക്കും, എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഓർത്ത് ആശങ്കപ്പെട്ടാണ് മനുഷ്യന്റെ ഓട്ടം. എന്തു ചെയ്യുമെന്ന് അറിയാതെ എന്തും ചെയ്യുന്ന സമൂഹം, അതാണ് ഇന്ന് മുമ്പോട്ട് ആശങ്ക കൂടുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, പ്രഷർ കൂടുന്നു, പിന്നെ കൊളസ്ട്രോൾ കൂടുന്നു, ഒരു സൈഡിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നു, ബ്ലോക്ക് ഉണ്ടാകുന്നു. എല്ലാറ്റിന്റെയും കാരണം ഈ ആശങ്കകളും ടെൻഷനും പ്രയാസവും ഒക്കെയാ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യന് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കാൻ കഴിയില്ല. കാരണം ലോകത്തെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ജീവിതം. ഒരിക്കലും ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അടുത്ത വർഷം ഈ സമയത്തെ ഈ ദിവസത്തെ പത്രം എന്നെ ഒന്ന് കാണിക്കണം. ദൈവത്തിന്റെ പ്രാർത്ഥന അതായത്. അപ്പൊ ദൈവം പറഞ്ഞു അതൊന്നും കാണിക്കാൻ പറ്റുകയില്ല. ഇവൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കും, കർത്താവേ അടുത്ത വർഷം ഈ സമയത്തെ പത്രം ഒന്ന് കാണിക്കണം. ഇവന്റെ നിരന്തരമുള്ള ഈ ആലോചന കേട്ടിട്ട് ദൈവം ചോദിച്ചാൽ എന്തിനാ? ദൈവമേ, ഞാൻ 7 ഷെയർ കൂടിയിട്ടുണ്ട്, അടുത്ത വർഷം ഈ സമയത്ത് അത് പിൻവലിക്കുകയാണ്, പത്രത്തിൽ അതൊന്ന് കാണാൻ വേണ്ടി, അതൊന്ന് കണ്ടിട്ട് തൃപ്തി അടയാൻ വേണ്ടിയാ. ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത വർഷം ഈ സമയത്തെ പത്രം ഒന്ന് കാണിച്ചു. കിട്ടിയ പത്രം അവൻ ആർത്തിയോടെ പരതി ഷെയർ പേജ് കോളം നോക്കിയപ്പോൾ ഇവന്റെ ഷെയർ ഒരു 7 മടങ്ങ് പെരുകി കിടക്കുക. സന്തോഷത്താൽ 2 കൈയടിച്ച് തുള്ളി നൃത്തം ചെയ്ത് ഏതായാലും പത്രം കിട്ടിയല്ലേ മൊത്തം വായിക്കാമെന്ന് വിചാരിച്ച് താളുകൾ മറിച്ച് നോക്കും. നല്ല പരിചയമുള്ളൊരു ഫോട്ടോ, വളരെ പരിചിതമായൊരു ഫോട്ടോ. നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ തന്നെ മേളിൽ എഴുതി വെച്ചേക്കുന്നത് 41ാം ജന്മദിനം. ഇവൻ ചത്തിട്ട് 41 ആയപ്പോഴാണ് ഷെയർ 7 മടങ്ങായിട്ട് വർദ്ധിച്ചത്. ഇന്ന് പലർക്കും അങ്ങ് ആശങ്കയാ, എന്ത് സംഭവിക്കും, എങ്ങനെയാകും, അതിന് പത്രം വരുത്തണോ, ഇനി വേറെ ഇന്റർനെറ്റ് ഉണ്ടാക്കണോ, യൂട്യൂബ് ഉണ്ടാക്കണോ, എന്ത് വേണേലും ചെയ്യാൻ തയ്യാറായി ഇങ്ങനെ നിനക്ക് ആശങ്കപ്പെടുക പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ആശങ്കപ്പെട്ടിട്ട് യാത്ര ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. യേശു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആശങ്കപ്പെട്ടിട്ട് എന്ത് കാര്യം? ഒരു ചാൺ കൂട്ടാൻ പറ്റുമോ? 1 സെന്റിമീറ്റർ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇനിയൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? മുടി കറപ്പിക്കാൻ പറ്റുമോ? വെളുപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഓർക്കുക. അതിനകത്ത് ചെറിയൊരു പൊരുത്തക്കേടുണ്ട്. വെളുത്ത മുടിയൊക്കെ പലരും കറപ്പിക്കാറുണ്ട്. പോട്ടെ, സമയക്കുറവായോണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യേശു പറഞ്ഞ വാക്കൊക്കെ തള്ളിക്കളയുന്നവരുണ്ട്. അത് നമ്മുടെ വിഷയമല്ലല്ലോ. നമുക്കിപ്പോ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടേണ്ട. നീ ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് അവന്റെ പ്രമാണത്തെ തള്ളാതെ ജീവിച്ചോ, സ്വർഗത്തിലെ ദൈവം തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം നിനക്ക് വേണ്ടി തുറക്കൂ. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ആകാശം വരെ കയറി ആ വാതിലടയ്ക്കുവാൻ ഭൂമിയിൽ ആർക്ക് കഴിയും പ്രിയരേ? ദൈവം തുറന്നു വെച്ച വാതിൽ അവിടെ കയറി അടയ്ക്കുവാൻ ഉലകത്തിൽ ഒരാൾക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളൂ, അവൻ നല്ല ഭണ്ഡാരമായ ആകാശത്തെ തുറക്കൂ. ബൈബിൾ അതാണ് പറയുന്നത്, അവൻ തുറക്കൂ. പക്ഷേ നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ദൈവം ചോദിക്കുക, സ്ഥലം പോരാതെ വരുവോളം. തമ്പുരാൻ അനുഗ്രഹിച്ചാൽ വെക്കാൻ ഇടമുണ്ടാകത്തില്ല.
ഈ സ്വർഗത്തിലെ ദൈവം നന്മ തന്നാൽ അത് സൂക്ഷിച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് അത്രയ്ക്ക് സ്ഥലം പോരാതെ വരുമോ? പക്ഷെ ഒരു കാര്യം നാം ചെയ്യണം, ദശാംശമൊക്കെ ദൈവത്തിന്റെ ആലയത്തിൽ കൊടുക്കണം. ചില ജീവിതങ്ങളെ കണ്ടിട്ടില്ലേ, തമ്പുരാൻ എത്ര കൊടുത്താലും ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നും കൊടുക്കരുത്. ഒരിക്കലും ഒരാൾ മീൻ പിടിക്കാൻ പോയപ്പോൾ തീരുമാനം എടുത്തോണ്ടാ പോയത്, ഇന്ന് ആദ്യം കിട്ടുന്ന മീന് ശ്വാസം വെട്ടി കൊടുക്കാന്ന് പറഞ്ഞ് ചൂണ്ടയൊക്കെ ആയി പോയി. ചൂണ്ട വെള്ളത്തിലോട്ട് എറിഞ്ഞപ്പോൾ എന്തോ കയറി പിടിക്കുന്ന പോലെ തോന്നി. വലിച്ചു നോക്കിയപ്പോ ഒരു 6 കിലോയുള്ള ഉഗ്രം കാളാഞ്ചി. അതിനെ പിടിച്ച് കരയ്ക്ക് കയറ്റിയിട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ അന്തർഗതം പറയാ, ഈ 6 കിലോ ഉള്ളതൊക്കെ ഫെയ്ത്തോമിൽ വിശ്വാസം വീട്ടിൽ എന്തിന്, ദൈവത്തിന് എന്തിനാ ഇത്രയും വലിയ വീട്? ഏതായാലും ഇത് വീട്ടിലേക്ക് ഇരിക്കട്ടെ, അടുത്തതിനെ കൊടുക്കാന്ന് വിചാരിച്ചു. ചൂണ്ടക്കൊളുത്തെടുത്ത് കൊട്ടയ്ക്കകത്തിട്ട് ചൂണ്ട അടുത്തായിട്ട് എറിയും, ബ്ലുമെന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോ കൊട്ടയിരുന്ന കാളാഞ്ചി എടുത്ത് വീണ്ടും കായലിൽ ചാടി. അപ്പൊ ഇദ്ദേഹം പറയാം, അയ്യോ ദൈവമേ, ഞാൻ ഒരു തമാശ പറഞ്ഞില്ല, കാര്യമായിട്ട് എടുത്തോന്ന്. ഇന്ന് പലരും ഇങ്ങനെ ദൈവത്തോട് തമാശ ഒക്കെ പറഞ്ഞവരുണ്ടെങ്കിൽ ഒക്കെ ഏറ്റു പറഞ്ഞോണോ, നിന്റെ ദശാംശം മുഴുവൻ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിനുള്ളതാ, അതുകൊണ്ട് കൊടുത്തു കൊല്ലണോ. കൊടുത്താലുള്ള ഗുണം എന്താണെന്നറിയാം, നീ പട്ടിണി കിടക്കത്തില്ല, നീ പട്ടിണി കിടക്കുകയില്ല. ദൈവജനം പറയുന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളോ ഞാൻ അനുഗ്രഹിക്കുകയില്ലയോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വർഗത്തിലെ നല്ല ഭണ്ഡാരമായ ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം തുറക്കുവാൻ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവം തന്ന നന്മയിൽ ഒരു ഭാഗം നിന്റെ ദൈവത്തിനുള്ളതാ, സമയത്തിന്റെ പോലും ഒരു ഭാഗം ദൈവത്തിനുള്ളതാ, കൊടുത്തുകൊള്ളണം കേട്ടോ. അത് കട്ട് തിന്നരുത്, അത് അപകരിക്കരുത്. ചിലരെ കണ്ടിട്ടില്ലേ, എത്ര കിട്ടിയാലും ഒന്നും കൊടുക്കാതെ എല്ലാം സ്വരൂപിച്ചു വെച്ച് വട്ടം ചുറ്റി ആർക്കും ഒന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് മടിക്കുത്തിലൊക്കെ വെച്ചുകൊണ്ട് നടക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുമ്പോ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പുലിവാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പുലിവാല് പിടിക്കുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പഴമൊഴിയാണെങ്കിൽ എന്താണെന്ന് അതിന്റെ അർത്ഥം നമുക്കറിയാതാണ് ഉപയോഗിക്കുന്നത്. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. പണ്ടൊരു മനുഷ്യൻ ഇന്നത്തെ പോലെ സൗകര്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ലൊരു കച്ചവടക്കാരനാണ്. വലിയ വീതിയുള്ള ഒരു 4 വീതിയുള്ള ബെൽറ്റ് കെട്ടി ഈ ബെൽറ്റിന്റെ ഇടം മുഴുവൻ പണം വെക്കുന്ന അറയാണ്. പണമെല്ലാം കുത്തിക്കയറ്റി ബെൽറ്റിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് കാട്ടുപാതയിൽ കൂടെ തോളയിൽ തുണിസഞ്ചി ഇട്ടുകൊണ്ട് പോയപ്പോൾ ആണ്ട്ര ഒരു പുള്ളിപ്പുലി ചാടി വരുന്നു. ചാടി വന്ന പുള്ളിപ്പുലിയെ ഇദ്ദേഹം ചാടിക്കയറി വാലെ പിടിച്ചു. വാലെ പിടിച്ച പുള്ളിപ്പുലി തിരിച്ചു കടിക്കാൻ വരുമ്പോൾ ഇദ്ദേഹം പുള്ളിപ്പുലിയുടെ വാലെ പിടിച്ച് കറങ്ങുകയാണ്. പുള്ളിപ്പുലി കറങ്ങുന്നു, ഇദ്ദേഹവും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കറക്ക ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബെൽറ്റ് ലൂസാകാൻ തുടങ്ങി. ബെൽറ്റിന് ഇടയിലിരുന്ന കറൻസി നോട്ടുകളൊക്കെ ചാടി വെളിയിൽ വിടാൻ തുടങ്ങി. അങ്ങനെ വീണ് കറങ്ങിയവന്റെ ചുറ്റിലും പൈസയായി. അപ്പോ പെട്ടെന്ന് പുതുതായിട്ടൊരാൾ വന്നു നോക്കിയപ്പോൾ ഒരുത്തൻ പുലിയുടെ വാലെ പിടിച്ച് കറങ്ങുന്നു, ചുറ്റിലും പൈസയും കിടക്കുന്നു. അവൻ ചോദിച്ചു, എന്തോ ഈ സംഭവം? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ പുലിയുടെ വാലെ പിടിച്ച് കറങ്ങിയാൽ നമ്മുടെ ചുറ്റിലും പൈസ വീഴുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, കൊള്ളാമല്ലോ, നല്ല പരിപാടിയാ. ചാടിക്കറി പിടിക്കുന്നോ ചോദിച്ചു. പിടിച്ചോളാന്ന് പറഞ്ഞു. പിടിച്ചോന്ന് പറഞ്ഞു. പിടിച്ചിട്ട് പുലി കടിക്കാൻ വരും ഇവൻ കറങ്ങുകയാ. മറ്റവൻ ഈ സമയത്ത് താഴെ വീണതെല്ലാം തപ്പിയെടുത്തോണ്ട് അവൻ ഓടി. ഇവൻ കറങ്ങിട്ട് ഇവന്റെ മടിവെല്ലാം ഉണ്ടായിട്ട് വേണ്ട വീഴാൻ, ഒന്നും വീഴുന്നില്ല. അവസാനം പിടിച്ച പിടി വിടാൻ വയ്യാതെ പിടിച്ചോണ്ട് കറങ്ങുകയാ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടില്ലേ, വാലെ പിടിച്ച് കറങ്ങുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? തമ്പുരാന് ചെയ്യേണ്ടതും കൊടുക്കേണ്ടതും ഒന്നും കൊടുക്കുകയല്ല. അവസാനം തമ്പുരാൻ ഏതേലും ഒരു പുലിയുടെ വാലെ കൊണ്ട് പിടിപ്പിക്കും. അവിടെ കിടന്ന് കറങ്ങി ഊപ്പാട് വന്ന് പിന്നെ ഉപവാസം 41, ഉപവാസം 21, പറ്റിയില്ലെങ്കിൽ 7, ഇല്ലെങ്കിൽ 3, ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒരു പ്രയോജനമില്ല. വെറുതെ പുലിയുടെ വാലെ കയറി പിടിക്കരുത്. ആകാശത്തിന് കിളിവാതിൽ തമ്പുരാൻ തുറക്കും, സമൃദ്ധിയായി തരും. പക്ഷേ നീ ചെയ്യേണ്ടത്, നിനക്ക് ദൈവം തന്ന നന്മയുടെ ഒരു ഭാഗം ദൈവത്തിന്റെ ആലയത്തിലുള്ളത്. ചിലത് പറയുമ്പോൾ ചിന്തിക്കൂ, എന്തിക്കോസ് വാസ്തുമാരെല്ലാം ദ്രവ്യാഗ്രതേ. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷക്കാരായ എല്ലാ ഞങ്ങളുടെ വിശുദ്ധന്മാരും, ഈ ഇരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷക്കാരായ ദാസീദാസന്മാരും ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്നതുകൂടെ എല്ലാം ദൈവത്തിന്റെ ആലയത്തിൽ കൊടുത്ത് ഒന്നുമില്ലാത്തവരായി ജീവിക്കുകയാ. പക്ഷേ ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ദൈവം എല്ലാം നമ്മുടെ പക്കൽ കൊണ്ടുതരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പാസ്റ്റർ തോമസ് അവരുകള്, ഞാൻ പാമ്പാക്കുടി എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോ ഒരു ദിവസം രാവിലെ അവിടെ വന്നു. അദ്ദേഹം വന്നിട്ട് അവിടെ പണി നടക്കുക. അദ്ദേഹം എനിക്ക് ഒത്തിരി ബുദ്ധി ഉപദേശമൊക്കെ തന്നു. വേണ്ടും പോലെ നന്മയൊന്നും തരുന്നില്ല, ഒത്തിരി ബുദ്ധി ഉപദേശം. പൈസ കിട്ടാനുള്ള മാർഗം ഇങ്ങനെയൊക്കെയാ, പ്രാർത്ഥിക്കണം. എനിക്ക് ആവശ്യം വന്നാൽ ഞാനൊന്ന് മുട്ടയിരിക്കും. മുട്ടയിരുന്നാൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു വയറുവേദന വരും, ഓടി വരും. പ്രാർത്ഥിക്കുമ്പോൾ പോകാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ തരും. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചാ ഞാനൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു, അപ്പച്ചന് വല്ല വയറുവേദന ഉണ്ടായോ? അപ്പച്ചൻ പോടാന്നൊക്കെ പറഞ്ഞെങ്കിലും പോകാൻ നേരത്തെ ഒരു 50,000 രൂപ തന്നിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ മതി, ദൈവസന്നിധി ഇരുന്നൊന്ന് കരഞ്ഞാൽ മതി, ആവശ്യങ്ങളെ നടത്തി തരുവാൻ. വഴിയേതെന്ന് ചിന്തിക്കേണ്ട, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളോ നൽകി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ആകാശത്തിന്റെ വാതിലവൻ തുറന്നാൽ സ്വർഗത്തിന്റെ നല്ല ഭണ്ഡാരം തുറന്നു വെച്ചാൽ അടയ്ക്കുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല എന്ന് ദൈവവചനം പറയുന്നു. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 56-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7:56. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും
തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സംഭവം ഏതെന്നറിയാമോ? പുതിയ നിയമത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷി സ്തെഫാനോസ്. എല്ലാവരും കൂടെ ചേർന്ന് കല്ലെറിയാൻ പോകുക. ഒത്തിരി പ്രസംഗവും നടത്തി. ഒറ്റ പ്രസംഗവും ഏറുകെട്ടി ചാവി ഒരുപോലെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏറുകെട്ടി മരിക്കുവാൻ തുടങ്ങുന്നു. ഒരു പറ്റം ആളുകൾ കയ്യിൽ കല്ലുമെടുത്ത് പല്ലുകടിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ, നമ്മളാണെങ്കിൽ ഇവന്റെ കയ്യിരിക്കുന്ന കല്ലിന്റെ വലിപ്പവും ഇവന്റെ പല്ലുകടിയുടെ അളവും ആളിന്റെ തൂക്കവും ഒക്കെ നോക്കിയിട്ടാ നമുക്ക് നെഞ്ചിനകത്ത് വേദന ഉണ്ടാകും. എന്നാൽ സ്തെഫാനോസ് എന്താ ചെയ്തെന്ന് പറയും? ആത്മാവിൽ നിറഞ്ഞു സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അവിടെ കണ്ട കാഴ്ച എന്നറിയോ? യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. നമ്മെ വിട്ട് മഹത്വത്തിൽ പ്രവേശിച്ച ആ മുൻസി പാസ്റ്ററായിരുന്ന പാസ്റ്റർ ടി യു തോമസ് അവറുകൾ ഒരിക്കൽ കൊട്ടാരക്കര കൺവെൻഷനിൽ ഒരിക്കൽ ഈ സന്ദേശം അറിയിച്ചപ്പോൾ ഞാൻ കേട്ടു. ഞാൻ അന്ന് ഈ വാക്കെന്നെ അതിയായി ചിന്തിപ്പിച്ചു. യേശു പിതാവിന്റെ അടുക്കൽ നിൽക്കുന്നുവെന്ന് ബൈബിൾ പറയുന്ന ഒരേ ഒരു ഭാഗം ഒരു ഭക്തന്റെ പീഡനത്തിലാകുന്നു. ഒരു ദൈവപൈതൽ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഒരു ദൈവഭക്തൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ, അവന്റെ പ്രാണൻ നഷ്ടപ്പെടുവാൻ തുടങ്ങുമ്പോൾ യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? ഒന്നവനെ സ്വീകരിപ്പാൻ, രണ്ട് അവന് വേണ്ടി തീഷ്ണതയുള്ളവനായി നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങൾ ഈ ലോകത്തിൽ ഉപദ്രവങ്ങളിലൂടെ പോകുമ്പോൾ, നിന്ദകളും പ്രയാസങ്ങളും പീഡകളും അനുഭവിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. അവൻ എഴുന്നേറ്റ് നിൽക്കുകയാ. സ്തെഫാനോസ് സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ഇന്ന് രാത്രി വേദനപ്പെട്ട് വ്യാകുലപ്പെട്ട് ജീവിതത്തിൽ തളർച്ചയിലൂടെ പോകുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിക്കൊള്ളണം. ആശ്വസിപ്പിക്കുവാൻ വഴിയുണ്ട്. ലോകം നിങ്ങൾക്ക് ആശ്വാസം തരികയില്ല. ലോകം നിങ്ങളുടെ സങ്കടങ്ങളെ അറിഞ്ഞ് നിങ്ങളെ സഹായിക്കുകയില്ല. സഹായിക്കുന്ന ഒരുവൻ മാത്രം, യേശു മാത്രം. ഒരിക്കല് ഒരു മനുഷ്യൻ തികഞ്ഞ വേദനയിലും ഭാരത്തിലും ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ, ഒരു മനോരോഗ വിദഗ്ധന്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എനിക്ക് വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമാണ്. ഒരിക്കലും എനിക്ക് സന്തോഷിപ്പാൻ കഴിയുന്നില്ല. ആ ഡോക്ടർ ചില മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ ഒരു നല്ല ടൂറിന് പോകാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാടടുത്ത് പോയി, എനിക്കതിൽ സന്തോഷമില്ല. അപ്പോൾ പറഞ്ഞു, നീ നല്ല ഏതെങ്കിലും ഒരു വിനോദങ്ങളിലൊന്ന് ഏർപ്പെട്ട് നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏർപ്പെടാത്ത വിനോദങ്ങളില്ല, അതിലും എനിക്ക് സന്തോഷമില്ല. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തീർത്ഥാടനങ്ങൾ നടത്തി നോക്കാൻ പാടില്ലേ? അദ്ദേഹം പറഞ്ഞു, നടത്താത്ത ഇടങ്ങളില്ല, അതിലും എനിക്ക് സന്തോഷമില്ല. നീ ഒരു സിനിമ കണ്ടു നോക്കാൻ പറഞ്ഞു. ഇല്ല സാറേ, ഒന്നിലും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അടുത്ത് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താനെ ഏതെങ്കിലും നല്ല കളിയിലൊന്ന് ഏർപ്പെട്ട് നോക്ക്. ഇല്ല, അതിലും എനിക്ക് തൃപ്തിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, സമീപത്ത് സിറ്റിയിൽ ഗ്രൗണ്ടിൽ ഒരു സർക്കസ് നടക്കുന്നുണ്ട്. ആ സർക്കസ് കൂടാരത്തിലേക്ക് നീ പോയാൽ ഒരു 1.5 മണിക്കൂർ നിന്നെ മുഴുവൻ ചിരിപ്പിക്കുന്ന ഒരു ജോക്കർ അവിടെ ഉണ്ട്. അവന്റെ പ്രവൃത്തി നീ കണ്ടാൽ തലതല്ലി ചിരിക്കുന്ന, നിനക്ക് ചിരിക്കാം, മണിക്കൂറുകൾ ചിരിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? അവൻ ആ ഡോക്ടറോട് പറഞ്ഞു, സാർ, ആ സർക്കസ് കൂടാരത്തിൽ വരുന്നവരെ എല്ലാം സന്തോഷിപ്പിക്കുന്ന ആ കോമാളിയാണ് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു, പക്ഷേ എനിക്ക് സന്തോഷമില്ല. ഇന്ന് രാത്രി വേളയിൽ ജീവിതത്തിൽ നീറിപ്പുകയുന്ന അവസ്ഥയിൽ, വ്യാകുലപ്പെടുന്ന അവസ്ഥയിൽ, നിന്റെ കുടുംബത്തിലെ വേദനയാൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ വേദനപ്പെട്ട് ആര് നടത്തും, ആര് സഹായിക്കും? ഈ വേദനയോടെയാണോ നീ യാത്ര ചെയ്യുന്നത്? സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് സ്വർഗം തുറക്കുന്നത്. സ്തോത്രം. നിനക്ക് വേണ്ടിയാണ് സ്വർഗം തുറന്നിരിക്കുന്നത്. ഒരു ഭക്തന്റെ വേദനയിൽ തുറക്കപ്പെടുന്ന ഒരു വാതിലത്രേ സ്വർഗത്തിന്റെ വാതിൽ. ഇന്ന് രാത്രിയിൽ ആ വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ പന്തലിന്റെ കീഴിൽ വേദനപ്പെട്ട് ഹൃദയം കലങ്ങിയിരിക്കുന്ന ചിലരായി ഇന്ന് രാത്രി സ്വർഗം കാണുകയാണ്. അവർക്ക് വേണ്ടി വാതിൽ തുറക്കുന്നവൻ, നിന്റെ വേദനകളെ അറിയുന്നവൻ, നിന്റെ വ്യാകുലങ്ങളെ അറിയുന്നവൻ, നിനക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. സ്വർഗത്തേക്ക് നോക്കാമോ? ലോകത്തെ നോക്കല്ലേ, മനുഷ്യനെ നോക്കല്ലേ, സ്വർഗത്തേക്ക് മാത്രം നീ നോക്കിക്കൊള്ളേ. അവിടെ നിനക്ക് തുറക്കപ്പെട്ട വാതിലിനെ കാണുവാൻ കഴിയും. ഏഴാമതായി നാം നോക്കുമ്പോൾ ഇനിയും തുറക്കപ്പെടുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 20-ന്റെ 12-ാമത്തെ വാക്യം. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. സ്തോത്രം. ഇനി തുറക്കപ്പെടുവാൻ പോകുന്നതും ആർക്കും അടയ്ക്കാൻ കഴിയാത്തതുമായ ഒരനുഭവമാണ്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അടുത്തത്, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. ഇന്ന് രാത്രി, ഈ ദിവസങ്ങളിൽ ദേശത്തോട് വിളിച്ചറിയിച്ചത് സമാധാനത്തിന്റെ സുവിശേഷമാണ്.
നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ പ്രാപിക്കുന്നു. ദൈവകൃപയാലുള്ള രക്ഷ, ദൈവകൃപയാലുള്ള നീതീകരണം, ദൈവകൃപയാലുള്ള ആശ്വാസം, ദൈവകൃപയാലുള്ള ശക്തിയെക്കുറിച്ചാണ് ദൈവവചനം പറഞ്ഞത്. ഈ ദൈവവചന സന്ദേശങ്ങളുടെ മുൻപിൽ മുഖം തിരിച്ച് പുറം കാട്ടി ദൈവവചനത്തെ പുറംകാലിനടിച്ചാണോ യാത്ര? ഒരു ദിവസം മരിക്കും. ലോകത്തിൽ നിന്ന് ഒരു ദിവസം നീ യാത്ര പറയേണ്ടതായിട്ട് വരും. അവിടെ കൊണ്ട് ജീവിതം തീരുന്നില്ല എന്ന് പഠിച്ചുകൊള്ളണം. സ്വർഗത്തിൽ പുസ്തകങ്ങൾ അനവധിയുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം നിന്റെ മുൻപാകെ തുറക്കുന്ന ദിവസമുണ്ട്. ആ പുസ്തകം പിടിച്ച് അടയ്ക്കാൻ നമുക്ക് കഴിയില്ല. ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരു മാതാവിനോട് പരാതി പറഞ്ഞു. അച്ഛാ, ഇവൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഭയങ്കര വഴക്കം, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു ദിവസം അവിടെ വീട്ടിൽ ചെന്നപ്പോ ഈ അമ്മ ഇവനെ പഠിപ്പിക്കാനായിട്ടിരിക്കുക. അമ്മ പുസ്തകം അങ്ങോട്ട് തുറക്കുമ്പോൾ ചാടിപ്പിടിച്ച് പുസ്തകം അടച്ചു വെച്ചിട്ട് അടങ്ങിയിരിക്കാൻ പറയും. അങ്ങനെയുള്ള പിള്ളേരുണ്ട്. വലിയ ചൂടാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി അടയ്ക്കുന്ന പിള്ളേര്. ഇതുപോലെ സ്വർഗത്തിൽ ചെന്ന് തമ്പുരാന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാനും അത് അടയ്ക്കാനും ആരെ കൊണ്ട് സാധ്യം? അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല. അവൻ തുറക്കും. ഒരു ദിവസം ഈ പുസ്തകങ്ങളൊക്കെ തുറക്കും. ഓരോരുത്തരെ മുമ്പിലേക്ക് നിർത്തിയിട്ട് ഈ പുസ്തകങ്ങളൊക്കെ തുറക്കും. പുസ്തകത്തിൽ എഴുതിയതിനനുസരിച്ച് ഒരു വിധിയുമുണ്ടാകും. ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ലോകം അറിയണം. ഇന്നത്തെ ലോകത്തിനത് അറിയുവാൻ ആഗ്രഹമില്ല. ഇഷ്ടം പോലെ ജീവിക്കുകയാണ്, സൗകര്യം പോലെ മുൻപോട്ട് ഓടുകയാ. ബൈബിൾ പറയുന്നു ഒരു ന്യായവിധിയുണ്ട് എന്നോർത്തുകൊള്ളുവീൻ. ഇയ്യോബിന്റെ പുസ്തകം 19:29 വാക്യം. ആ വാക്യത്തിൽ ദൈവവചനം പറയുന്നു, അതിന്റെ അവസാന ഭാഗം, ഒരു ന്യായവിധിയുണ്ട് എന്നോർത്തുകൊള്ളുവീൻ. വായിച്ചാട്ടെ. 19:29 വാക്യത്തിൽ ഒരു ന്യായവിധിയുണ്ട് എന്നോർത്തുകൊള്ളുവീൻ. ഒരു ന്യായവിധിയുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഒരു ന്യായവിധിയുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ലോകത്തോട് മുഴുവൻ പറയുക, മനുഷ്യവർഗത്തോട് പറയുക, ഒരു ന്യായവിധിയുണ്ട്, അത് അറിഞ്ഞുകൊള്ളണം. ദൈവം കൃപയുടെ വാതിൽ, കരുണയുടെ വാതിൽ, നന്മയുടെ വാതിൽ, അനുഗ്രഹത്തിന്റെ വാതിൽ സമൃദ്ധിയായി തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ അനുഭവിച്ച് അറിയേണ്ടതിനെ അറിയാതെയാണോ യാത്ര? ഒരു ദിവസം ഒരു ന്യായവിധി നമ്മുടെ മുൻപിലേക്ക് വരും. എന്താണ് ന്യായവിധി? യോഹന്നാൻ 3:19. വെളിച്ചം ലോകത്തിലേക്ക് വന്നു, മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെയാണ് ന്യായവിധി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ന്യായവിധി. എന്താണ് വെളിച്ചം? യേശു വെളിച്ചമായി ലോകത്തിൽ വന്നു. എന്താണ് വെളിച്ചം? ദൈവത്തിന്റെ വചനം വെളിച്ചമാണ്. എന്താണ് വെളിച്ചം? സുവിശേഷത്തിന്റെ സത്യങ്ങൾ വെളിച്ചമാണ്. ഇത് ലോകത്തിൽ വന്നിട്ടു മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ, ദൈവത്തിന് സ്തോത്രം, അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു. ഏതാണ് ഇരുള്? പാപത്തിന്റെ പ്രവൃത്തികളെയാണ് ഇരുൾ എന്ന് പറയുന്നത്. ആകിയാൽ ഇരുളിനെ സ്നേഹിച്ച്, ദൈവത്തിന് സ്തോത്രം, ഇരുളിന്റെ പ്രവർത്തനങ്ങളെ സ്നേഹിച്ച് നാം യാത്ര ചെയ്ത് മുൻപോട്ട് പോയാൽ ഒരു ദിവസം വലിയൊരു ന്യായവിധി നമുക്കുണ്ടാകും. വലിയൊരു ന്യായവിധി നമ്മുടെ മുൻപാകെ ഉണ്ടാകും. ഇത് പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ എത്ര കാലം നിൽക്കും എന്ന് നമുക്കറിയില്ല. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ആസ്തക് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവരുടെ ദൈവങ്ങൾക്ക് പ്രസാരത്തിന് വേണ്ടി നരബലി നടത്തുന്നതായിട്ട് ദൈവത്തിന് സ്തോത്രം നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതിനവർ നരബലി നടത്തുവാൻ ഉപയോഗിക്കുന്ന അടിമകളെയാണ്. ആ ദേശത്തുള്ള അടിമകളെ പിടിക്കും. എന്തിനാണെന്ന് അവരറിയയില്ല. പിടിച്ചുകൊണ്ടുവന്ന് ഒരു 5-6 ദിവസം എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അനുവാദം കൊടുക്കൂ. ഈ അടിമ ഓടി നടന്ന് ചെയ്യാവുന്നതും ചെലുത്താവുന്നതും ഒക്കെ ചെയ്യും. എന്നാൽ 6 ദിവസം കഴിയുമ്പോൾ ഇവനെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ദേവപ്രീതിക്കായി അവന്റെ കഴുത്ത് വെട്ടി മുറിച്ചു കളയുമ്പോൾ അവൻ അറിഞ്ഞില്ല ഈ സുഖങ്ങൾ മുഴുവൻ ഈ ന്യായവിധിക്ക് വേണ്ടിയായിരുന്നു എന്ന്. ലോകം നിനക്ക് തരുവാൻ പോകുന്ന അതാണ് പ്രിയരെ, ഓർത്തുകൊള്ളണമേ. ഒരു ന്യായവിധിയുണ്ട്. പുസ്തകങ്ങൾ തുറക്കും. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം അവൻ ന്യായം വിധിക്കുമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്താൽ വരുന്നു. സദൃശ്യവാക്യം 29:26 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, മനുഷ്യന്റെ ന്യായവിധികളോ അത് യഹോവയാൽ വരുന്നു. എബ്രായ ലേഖനം 9:27. മനുഷ്യന്റെ മുൻപാകെ നിത്യമായ 2 നിയമങ്ങൾ, ഒരിക്കൽ മരണം, പിന്നെ ഒരു ന്യായവിധി. ദൈവം മനുഷ്യന്റെ മുൻപാകെ നിയമിച്ചിരിക്കുക, ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല. മരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ മനുഷ്യരെ കണ്ടിട്ടില്ലേ? മരിക്കുമെന്നുള്ള ചിന്തയില്ലാതെ ഓടുകയാ. കൈക്കരുത്ത് കൊണ്ടെല്ലാം വെട്ടിപ്പിടിക്കുവാൻ ഓടുന്നു. പക്ഷേ ഒരു ദിവസം ഭോഷനെ പോലെ മരിക്കും. അതുകൊണ്ട് തീരുമോ? ബൈബിൾ പറയുന്നു, അനന്തരം ഒരു ന്യായവിധിയുണ്ട്. ഒരു ന്യായവിധി ഉണ്ട് എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 9-ാം സങ്കീർത്തനം 7, ആ ന്യായവിധിക്ക് ഒരു സിംഹാസനമുണ്ട് ദൈവവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 20:4 വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് ന്യായവിധി നടത്തുവാനുള്ള അധികാരങ്ങൾ കൊടുത്തു. അധികാരം, ന്യായാസനത്തിന്മേൽ ഒരുവൻ ഇരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിച്ചു നോക്കിയാൽ
അവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നു, അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അവയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മനുഷ്യർക്ക് അവരുടെ പ്രവർത്തിക്കേറ്റ വിധിയുണ്ടായി. മരിച്ചവർ ആബാല വൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെയും അവന്റെ മുൻപിലേക്ക് ഓടി വന്നു. അടുത്തത് സമുദ്രം മരിച്ചവരെയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളഞ്ഞു. അത് രണ്ടാം മരണം എന്ന നിത്യ തീപ്പൊയ്ക എന്ന് ബൈബിൾ പറയുന്നു. അടുത്തതായി പറയുക, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിന്റെ ശരിക്കുള്ള മലയാളം എന്ന് പറഞ്ഞാൽ, ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏതവനെയും, ദൈവത്തിന് സ്തോത്രം, അത് സമൂഹമെന്നില്ല, സംഘടനയെന്നില്ല, സഭയെന്ന് വ്യത്യാസമില്ല, ആ പുസ്തകത്തിൽ പേരില്ലയോ, ഒരു ദിവസം നിത്യാഗ്നിയിലേക്ക് ന്യായവിധിയിലൂടെ വിധിച്ച് അവനെ വലിച്ചെറിയും എന്ന് ബൈബിൾ പറയുന്നു. ആ ന്യായവിധിക്ക് മുൻപേ നിന്റെ മുൻപിൽ കൃപയുടെ വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ആ കൃപയുടെ വാതിൽ നീ കണ്ട്, ആ കൃപയുടെ വാതിലിനെ ദൈവം അടയ്ക്കുന്നതിന് മുൻപ് നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. അടുത്തത്, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അവൻ തുറക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചല്ലോ. അടുത്തത്, അവൻ അടയ്ക്കും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 25-ാം അധ്യായം 10-ാം വാക്യം, ഒരുങ്ങി നിന്നവർ മണവാളനോടുകൂടെ അകത്ത് പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, നോഹയുടെ കാലത്ത് ജലപ്രളയം എന്ന ന്യായവിധി ദൈവം ഭൂമിയിൽ അയക്കുവാൻ തുടങ്ങുമ്പോൾ ഇപ്രകാരം ദൈവവചനം പറയുന്നു, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു, ആർക്കും തുറപ്പാൻ കഴിയുകയില്ല. ഇന്ന് സുവിശേഷം എന്ന നൗക ലോകത്തിൽ ദൈവം നൽകിയിരിക്കുകയാണ്. ആ പെട്ടകത്തിലൂടെ നിനക്ക് കയറിയാൽ, ആ കൃപയുടെ വാതിലൂടെ കയറിയാൽ സ്നേഹിത, ഒരു രക്ഷയുണ്ട്. ഇല്ല എങ്കിൽ ഒരു ശിക്ഷാവധി വരുവാൻ പോകുന്നു. ദൈവം ഈ വാതിൽ അടയ്ക്കുവാൻ പോകുന്നു. കൃപയുടെ വാതിൽ അടയുവാൻ പോകുന്നു. ന്യായവിധിയുടെ സിംഹാസനം തുറക്കപ്പെടുവാൻ പോകുന്നു. അതിനു മുമ്പ് സ്നേഹിത, രക്ഷിക്കപ്പെടുവാനുള്ള അവസരം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി അത് എഴുതുന്ന രാത്രിയാകട്ടെ, നിന്റെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്ന രാത്രിയാകട്ടെ. ദൈവവചനം പറയുന്നു, പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഇന്ന് രാത്രി വേളയിൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ നിന്റെ മുൻപിൽ നന്മയുടെ വാതിലുകൾ സകലവും തുറന്ന് നിനക്ക് ജീവിപ്പാനുള്ള സൗഭാഗ്യങ്ങൾ നൽകി ദൈവം നിന്നെ അനുഗ്രഹിച്ച് നടത്തുമ്പോൾ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം നീ രക്ഷിക്കപ്പെടാതെ പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ തേടി നീ ജീവിതയാത്ര തുടർന്നാൽ ഒരു ദിവസം ന്യായവിധിയുടെ പുസ്തകം അവൻ തുറക്കും. അവൻ നിന്നെ സിംഹാസനത്തിന് മുൻപിൽ കൊണ്ടുവരും. നിന്റെ പ്രവർത്തികളെന്ന് വിസ്തരിക്കപ്പെടും, നിന്റെ വാക്കുകളെന്ന് വിസ്തരിക്കപ്പെടും, നിന്റെ ജീവിതം മുഴുവനെന്ന് ശോധന ചെയ്യപ്പെടും. ആ വിധിക്കനുസരിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ തീപ്പൊയ്കയിലേക്ക് അവൻ തള്ളിക്കളയും. ഒരു നിത്യമായ തീപ്പൊയ്ക ലോകത്തിന് മുൻപാകെ സൂക്ഷിക്കപ്പെടുന്നു. എന്നാൽ നാം അതിനു വേണ്ടി ഒരുങ്ങുന്നവരല്ല. ഈ ന്യായവിധിക്ക് മുൻപ്, ഈ ശിക്ഷാവധി ഉണ്ടാകുന്നതിന് മുൻപ് ബൈബിൾ പറയുന്നത്, യേശു മടങ്ങി വരും. അവൻ മടങ്ങി വരും. കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് അവൻ മടങ്ങി വരും. നമ്മുടെ പ്രത്യാശ അതാ, നമ്മുടെ ആശയം, പ്രത്യാശയും സന്തോഷവും എന്റെ യേശു മടങ്ങി വരുമെന്നുള്ളതാ. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുൻപാകെ ഒരു നിമിഷം തങ്ങളെ തന്നെ ആരാഞ്ഞു നോക്കുകയും, ദൈവം നിന്റെ മുൻപാകെ തുറക്കുവാൻ കഴിയുന്ന സകല വാതിലുകളും തുറന്നു വെച്ചിട്ടുണ്ട്. അതാർക്കും അടപ്പാൻ സാധ്യമല്ല. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം നീ രക്ഷിക്കപ്പെടാതെ, നീ മാനസാന്തരപ്പെടാതെ, സ്നാനപ്പെടാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ സ്വന്തം വഴിയിൽ ജീവിച്ചാൽ ഒരു ദിവസം ന്യായവിധിയുടെ സിംഹാസനം തുറക്കപ്പെടും. ആ പുസ്തകങ്ങൾ ഓരോന്നോരോന്ന് തുറക്കപ്പെടും. അന്ന് പ്രവർത്തികൾ ശോധന ചെയ്യപ്പെടും. ഒരു വലിയ ന്യായവിധി ഉണ്ടാവും. അതിനു മുമ്പേ ദൈവം നിന്നോട് കാണിക്കുന്ന കരുണയുടെ നാളുകൾ ഇതാകുന്നു. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അനുഗ്രഹത്തോടെ, സമാധാനത്തോടെ. എന്താണ് ഈ സമാധാനം എന്ന് ചോദിച്ചാൽ, എന്റെ യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു, എന്റെ യേശുവിന്റെ രക്തം എന്നെ കഴുകി, എനിക്ക് പാപമോചനം നൽകി, എനിക്കൊരു വീണ്ടെടുപ്പ് നൽകി, ഒരു ശുദ്ധീകരണം നൽകി, എന്നെ ദൈവത്തിന്റെ പുത്രനാക്കി, പുത്രിയാക്കി തീർത്തു. അവൻ മടങ്ങി വരുമ്പോൾ ഞാൻ മടങ്ങിപ്പോകും, ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഒരു നിമിഷം കണ്ണുകളെ മൂടിയാട്ട്. അവൻ ഈ പ്രത്യാശയുള്ളവരെല്ലാവരും അവൻ നിർമ്മലനാകുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. ലോകം പല വാതിലുകൾ നിന്റെ മുമ്പാകെ അടച്ചു കളഞ്ഞാൽ ഇന്ന് രാത്രി അതിനെ തുറക്കുവാൻ യേശു ഒരുക്കം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ മൂടിയാട്ട്. ചില നിമിഷങ്ങൾ നാം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവശക്തിയെ പ്രാപിച്ച് നമുക്ക് ഇവിടെ വിട്ടു പോകണം. ആരും വന്നതുപോലെ പോകുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന്റെ കരുണയുടെ നാളുകൾ തീർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ സൂക്ഷിപ്പിന്റെ നാളുകൾ തീർന്നു പോയിട്ടില്ല. എന്നാൽ അത് വേഗം തീരാൻ പോകുന്നു. ഇന്ന് ഇത് കൃപയുടെ നാളുകളാണ്, ഇന്ന് ഇത് കരുണയുടെ നാളുകളാണ്. എന്നാൽ കൃപയുടെ സിംഹാസനത്തിൽ നിന്ന് മാറി അവൻ
ന്യായവിധിയുടെ സീറ്റിലേക്ക് വരുവാൻ പോകുന്നു. സ്നേഹിത, നിന്റെ അവസ്ഥ എവിടെ? നിന്റെ അവസ്ഥ ഏത് നിലയിലായിരിക്കുന്നു? ഒരു നിമിഷം കണ്ണുകളെ മൂടി ശോധന ചെയ്താട്ട് നിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞു പോകണം. അവന്റെ രക്തത്താൽ നിനക്ക് ശുദ്ധീകരണമുണ്ട്, അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്, അതോടൊപ്പം അവന്റെ അടിപ്പണലുകൾ സൗഖ്യമുണ്ട്. അല്പസമയം നാം പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുൻപാകെ വാതിൽ തുറന്നിരിക്കുന്നു. ശത്രു അടച്ച സകല വാതിലുകളും കർത്താവ് നമുക്ക് തുറന്നു തരുവാൻ പോകുക. ശത്രുക്കൾ മൂടിക്കളഞ്ഞ കിണറുകൾ മുഴുവൻ ഇസ്ഹാക്ക് കുഴിച്ചെടുത്ത് നീരുറവകളാക്കിയതുപോലെ കഴിഞ്ഞ നാളുകളിൽ ശത്രു മണ്ണിട്ട് മൂടിയ സകല നീരുറവകളും ഇന്ന് രാത്രിയിൽ പൊങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഒരു നിമിഷം മുഴങ്കാലുകൾ മടക്കിയാട്ട് അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ മീറ്റിംഗിന്റെ സമാപന രാത്രിയാണ്. ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നാം പോകുമ്പോൾ ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും പ്രാപിച്ച് മാത്രമേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാവൂ. വന്നതുപോലെ നാം ആരും മടങ്ങിപ്പോകേണ്ട. ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. ഇവിടെ കൂടി വന്ന എല്ലാവരും ദയവായി ആരും ഇപ്പോൾ മൗനമായി നിൽക്കരുത്. ഒരു മിനിറ്റ് എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ശബ്ദം, ആ നിലവിളിയുടെ ശബ്ദം സ്വർഗ കവാടം വരെ എത്തണം. താല്പര്യമുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. ആഗ്രഹമുള്ള ദൈവമക്കൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരുപക്ഷെ റോഡിലായിരിക്കും നിൽക്കുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾപ്പാൻ സ്വർഗം ഇന്ന് രാത്രി തുറന്നിരിക്കുകയാ. അവന്റെ കണ്ണ് തുറന്നിരിക്കുന്നു, അവന്റെ കാത് തുറന്നിരിക്കുന്നു. ഇതാ അവന്റെ തുറക്കപ്പെട്ട അനുഗ്രഹത്തിന്റെ വിടുവിക്കുന്ന കരം നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദയവായി ഞാൻ ദൈവമക്കളോട് പറയുക, ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ഇത്രയും പേർ ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച ഒരു ഉദ്ധാരകനെ, നല്ലില്ല ദേശത്തിന്റെ ഉദ്ധാരകനായി യേശുവിനെ ദൈവം നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ട്. ഈ ദേശത്തുള്ളവനത് കാണട്ടെ. കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടട്ടെ, അടിമ വീടുകൾ മോചിക്കപ്പെടട്ടെ, അടിമത്തമുണ്ടാക്കുന്ന ചെങ്ങലകൾ ഇന്ന് രാത്രി പൊട്ടി വീഴട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ദൈവമക്കൾ, കർത്താവിന്റെ വേലക്കാർ എല്ലാവരും ചേർന്ന് ഒരു നിമിഷം ആത്മാർത്ഥമായി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ശത്രുവിന്റെ ശക്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ണിട്ട് മൂടിയ സകല നീരുറവുകളും ഇന്ന് രാത്രി പൊങ്ങി വരട്ടെ. ശത്രു നിന്റെ ജീവിതത്തിൽ നശിപ്പിച്ച നന്മകൾ ഇന്ന് രാത്രി പൊങ്ങി വരുന്ന രാത്രിയാകട്ടെ. ദൈവം പറയുന്നു, വാഗ്ദത്തമായി വെട്ടിക്കളിയും തുള്ളനും കഴിഞ്ഞ കാലങ്ങൾ തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങള് ഞാൻ നിനക്ക് മടക്കിത്തരാം. ആണ്ടുകൾ തീരുന്നതിന് മുൻപേ അവൻ തന്റെ വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമുള്ളവർ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. ആരും മൗനമായി നിൽക്കണ്ട. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ ഏറിയ പേരും വിശ്വാസികളാ, അഭിഷേകം പ്രാപിച്ചവരാ. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ശത്രുവിനെ ശാസിച്ച് പ്രാർത്ഥിക്കൂ. ദൈവം ജയം കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പാളയത്തിൽ ജയത്തിന്റെ കൊടി ദൈവം ഉയർത്തിയിരിക്കുകയാണ്. അത് കാണുന്ന ശത്രു തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായി നിൽക്കണ്ട. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ജയത്തിന്റെ കൊടി നമ്മുടെ മധ്യേ ഉയരട്ടെ. ശത്രു തോറ്റുപോകട്ടെ. യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അവിടെവിടങ്ങളിലായി ദൈവശക്തി വ്യാപരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വന്ന് അവരെ തൊടുന്നു. യേശുവിന്റെ കരം, വിടുവിക്കുന്ന കരം, അനുഗ്രഹിക്കുന്ന കരം, സൗഖ്യമാക്കുന്ന കരം ഇതാ ഇറങ്ങി വന്ന് ചില ജീവിതങ്ങളെ സ്പർശിക്കുകയാ. ഇന്ന് രാത്രി യേശുവിന്റെ സ്പർശനം ആരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുവോ, നീ നാളെ രോഗിയല്ല, നാളെ നീ ഭാരമുള്ളവനല്ല. നിന്റെ വേദനകൾ ഇന്ന് രാത്രി യേശു എടുക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ടാട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് ഒരു അധികാരം തരികയാ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കൂ, ദൈവശക്തിയോടെ പ്രാർത്ഥിക്കൂ. കർത്താവിന്റെ വേലക്കാർ ഒരു നിമിഷം ആത്മാർത്ഥമായി നമ്മുടെ ജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ശത്രുവിനെ ശാസിക്കൂ. അധികാരമുള്ളവർ പിശാചിനെ ശാസിക്കൂ. ജനത്തിന് നന്മയുണ്ടാകട്ടെ, ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അതിലുപരി ദേശത്തിന് വിടുതലുണ്ട്. ആത്മാവിൽ ഞാൻ കാണുന്നു, എന്റെ ദൈവം സ്വർഗത്തിന്റെ വാതിൽ ഇന്ന് രാത്രി തുറന്നു വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ദൈവത്തിന്റെ ജയത്തിന്റെ കരമിറങ്ങി വരുന്നു. ഈ പാളയത്തിന്റെ നടുവിൽ ജയത്തിന്റെ സിംഹാസനം സ്ഥാപിച്ച് ജയത്തിന്റെ കൊടി ഉയർത്തി ശത്രുവിനെ നമ്മുടെ കാൽ കീഴെ തരുവാൻ യേശു നമ്മുടെ മധ്യേ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിൽക്കുന്ന സ്ഥലത്തും ദൈവത്തെ സ്തുതിക്കൂ. അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ശത്രു ലജ്ജിക്കട്ടെ. ഹല്ലേലൂയ. അന്ധകാരം ജയിക്കരുത്. നമ്മുടെ യേശുവിന്റെ നാമം ജയിക്കണം. ശത്രു അല്ല ജയിക്കേണ്ടത്, യേശുവാണ് ജയിക്കേണ്ടത്. യേശുവിന്റെ ജയത്തിന്റെ ധ്വജം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നിരിക്കുകയാ. വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ജയത്തോടെ ഭവനങ്ങളിലേക്ക് പോയിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. മൗനമായിരിക്കണ്ട. ആർപ്പോടെ ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിക്കൂ. മൗനമായി നിൽക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കൂ. കർത്താവ് നിനക്ക് സൗഖ്യം തന്നു എന്ന് പറഞ്ഞ് നീ ദൈവത്തെ സ്തുതിക്ക. എന്റെ മകനെ യേശു വിടുവിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക. എന്റെ കുടുംബത്തെ കർത്താവ് തൊട്ടു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശത്രുവിന്റെ സിംഹാസനം തകരട്ടെ. തേജസ്സിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെടട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാ, അന്യമായതൊക്കെയും ത്യജിച്ചിടാ. അന്ധകാര ശക്തിയോട് എതിർത്തു നിന്നിടാ, അന്യമായതൊക്കെയും ത്യജിച്ചിടാ. ജീവിതം പുതുക്കിടാം, ജീവനെ പകച്ചിടാം, ചെയ്താക്കന്മാരായൊരുങ്ങിടാം. ആമേ, ജീവിതം പുതുക്കിടാം. എല്ലാവരും ചേർന്ന് ആത്മാവിൽ നിറഞ്ഞ അല്പസം പാടി ഓ ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലമ്മരെ മേഘാം. എല്ലാ ദൈവമക്കൾ ചേർന്ന് പാടിയാട്ടെ, അഭിഷേകത്തോടെ പാടിയാട്ടെ. തേജസ്സിലമ്മരെ മേഘാം, വേഗം വരും. അമേൻ. അന്ധകാര ശക്തിയോടെ നിർത്തുന്നേമായതൊക്കെയും ത്യജിച്ചിടാം. അന്ധകാര അന്യമായതൊക്കെയും ത്യജിച്ചിടാം. ജീവിതം പുതുക്കിടാം, ജീവനെ ായൊരുക്കിടാം. ഓ ജീവിതം പുതുക്കിടാം, ജീവനെ പകച്ചിടാം, ചെയ്താക്കന്മാരായൊരുക്കിടാം. ഓ അന്ധകാര ശക്തിയോടെ നിർത്തുന്നിടാം. വിശ്വസിച്ച് പാടിയാട്ടെ. നിങ്ങൾ പാടുമ്പോൾ അഭിഷേകത്താ അന്ധകാരം നിങ്ങളെ വിട്ട് ഓടിപ്പോകട്ടെ. ജയത്തിന്റെ കൊടി ഇവിടെ ഉയരട്ടെ. ജീവിതം പുതുക്കിടാം, ജീവനെ പകച്ചിടാം, ചെയ്താക്കന്മാരായൊരുങ്ങിടാം, ആരായൊരുങ്ങിടാം, 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 ആരായൊരുങ്ങിടാം.